بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على سيدنا ونبينا محمد خاتم الأنبياء والمرسلين، صلوات الله وسلامه عليه وعلى سائر الأنبياء والصالحين. وبعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما ينفعنا وألحقنا بعبادك الصالحين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم افتح علينا بالحق وأنت خير الفاتحين. وبعد، قال الإمام الغزالي رضي الله عنه: القسم الأول في الطاعات. لا اعلم أن أوامر الله تعالى തീർച്ചയായും അറിയുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ രണ്ട് രീതിക്കാണ്: ഫറായിദ് വ നവാഫിൽ. ആ മുലാഹദത്ത് വിടൽ വലിയ മുസീബത്താണ്. ആൾക്കാർ അർത്ഥം വെക്കും, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ഒടിഞ്ഞാൽ കുറ്റമില്ലാത്തതും. സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഫലമാണ്. അത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതല്ല. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള കൽപ്പന. അല്ലാഹു ശക്തമായ സ്വരത്തിൽ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫർളാണ്. ശക്തമായ സ്വരത്തിൽ കൽപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സുന്നത്താണ്. അതാണ് ഫർളും സുന്നത്തും. അപ്പോൾ പിന്നെ കൂലി കിട്ടുന്നതും അത് അതിൻ്റെ ഫലം, സമറത്ത്. മനസ്സിലായ? അപ്പോൾ ഒരാൾ ഫലം വെച്ചിട്ട് അടിസ്ഥാനപരമായ കാര്യം മനസ്സിലാക്കുമ്പോഴുള്ള ഒരു വിഷയമാണ്. അങ്ങനെ കൂലി കിട്ടും എന്ന് മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഒരാൾ സുന്നത്ത് വിടുങ്ങിക്കഴിഞ്ഞാൽ അയാളെ ഷഹാദത്ത് റദ്ദ് ചെയ്യേണ്ട ആവശ്യമില്ല. സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ അയാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അയാളെ ഷഹാദത്ത് റദ്ദ് ചെയ്യും. അയാളെ പരിഗണിക്കില്ല. ഷഹാദത്ത് റദ്ദ് ചെയ്യാന്ന് മനസ്സിലായ? സാക്ഷിത്വം അംഗീകരിക്കില്ല. അയാളെ മോളെ കെട്ടിക്കാൻ പറ്റില്ല അയാൾക്ക്. പതിവായിട്ട് സുന്നത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ അയാളെ പണി കിട്ടി. കാരണം സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൽപ്പിച്ച ഒരു കൽപ്പനയാണ്. ചുരുക്കം പറഞ്ഞാൽ ഫർള് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെടിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുവരണം. സുന്നത്ത് അത്യാവശ്യം, അതായത് കാരണമുള്ള കാരണത്തിന് അയാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അയാളത് വീണ്ടും എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് വ്യത്യാസം വരുന്നത്. ഒന്ന് വീണ്ടും എടുത്തേ മതിയാവും. അത് ചെയ്തില്ലെങ്കിൽ അത് അയാൾക്ക് വേറെ വകുപ്പില്ല. മറ്റേതൊന്ന് കുടുങ്ങി കഴിഞ്ഞാൽ അയാളത് ഒഴിവാക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും എടുക്കണം എന്ന് നിർബന്ധമില്ലാത്തത്. അങ്ങനെയാണ് വ്യത്യാസം വരുന്നത് ഫർളും സുന്നത്തും. സുന്നത്ത് അത്രയും ഗൗരവമുള്ളത് കൊണ്ട് തന്നെയല്ലേ സ്വാലിഹീങ്ങളായ ആൾക്കാരൊക്കെ എന്ത് ചെയ്തിരുന്നത്? ഒരു ചെറിയ സുന്നത്ത് വിട്ട് കഴിഞ്ഞാൽ, അതായത് ചെറിയതെന്ന് അറിയുമ്പോൾ നമ്മളെ കണ്ണീർ ചെറുതായിട്ട് കാണുന്ന എന്തൊരു സുന്നത്ത് വിട്ട് കഴിഞ്ഞാൽ അവർ വലിയ വലിയ പരിഹാരങ്ങൾ ചെയ്യാനാണ് ശ്രമിച്ചിരുന്നത്. കാരണം സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവമുള്ള ഒരു കാര്യമാണ്. അല്ലാതെ സുന്നത്ത് വെറും കൂലി കിട്ടും അപ്പോൾ ഒരു എക്സ്ട്രാ പണിയല്ലത്. അയാളെ മേൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് മുഅക്കദായ സുന്നത്ത്. അയാൾക്ക് സാധാരണ വിടിയാൻ അനുമതി ഇല്ലാത്തൊരു സംഭവം. അപ്പോൾ വിടിയാൻ അനുമതി ഉണ്ട്. ആവശ്യം വരുമ്പോൾ എന്തെങ്കിലും കാരണം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വിടിയാം. പക്ഷെ വിടിയലാണ് അയാൾ അടിസ്ഥാനപരമായ ഒരു തത്വം എന്നുണ്ടെങ്കിൽ അയാളെ ഷഹാദത്ത് സ്വീകരിക്കില്ല. ഫിഖിൻ്റെ കിതാബ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. പതിവായ സുന്നത്ത് വിടുന്ന ആളെ സാക്ഷിത്വം സ്വീകരിക്കൂല, ഷഹാദത്ത് റദ്ദ് ചെയ്യും. അതാ പറഞ്ഞത്, തീർച്ചയായും അറിയുക അള്ളാഹുവിൻ്റെ കൽപ്പന രണ്ടാം: ഫർളുമാണ് സുന്നത്തുമാണ്. അപ്പോൾ സുന്നത്തിനെ അങ്ങനെ മനസ്സിലാക്കിയാലേ മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നൊരു എക്സ്ട്രാ പണിയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വർക്കായ. അത് മനസ്സിലായുള്ള പ്രശ്നമാണത്. വാضح.
സുന്നത്ത് എന്ന് പറഞ്ഞത് ഒരു മുസ്ലിമിൻ്റെ മുന്നിൽ അള്ളാഹ് കൽപ്പിച്ചതാണ് രണ്ടും. അള്ളാഹ് കൽപ്പിച്ചെന്നാണ് രണ്ടും. ശാരിഉൽ ഹക്കീം ഒന്ന് ശക്തമായ സ്വരത്തിൽ പറഞ്ഞ് വെടിയരുത് എന്നുള്ള സ്വരത്തിൽ പറഞ്ഞു, അല്ലെങ്കിൽ ചെയ്തേ മതിയാവോ എന്നുള്ള സ്വരത്തിൽ പറഞ്ഞു, മറ്റേത് ചെയ്യൂ എന്ന് പറഞ്ഞു. പക്ഷേ അതും ഒരു എന്താണ് ചെയ്യൂ എന്നുള്ള കൽപ്പനയാണല്ലോ, അള്ളാഹുവിൻ്റെ കൽപ്പന മാനിക്കണമല്ലോ. അതുകൊണ്ട് പഴയ ആൾക്കാരെടുത്ത് എന്താണ് സുന്നത്ത് ഫർള് എന്നുള്ള രീതിക്കല്ല അവർ കണ്ടിരുന്നത്, അള്ളാഹ് കൽപ്പിച്ചു എന്നുള്ള രീതിക്ക് തന്നെയാണ് അവർ കണ്ടിരുന്നത്. അതുകൊണ്ട് അവർ സുന്നത്ത് വിടുമായിരുന്നില്ല, അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ അവർ വിടുമായിരുന്നുള്ളൂ. മനസ്സിലായോ? പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഇൽമിന് വേണ്ടിയിട്ട്, അതായത് പഠിക്കാൻ വേണ്ടിയിട്ട്, ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട്, കാരണം അത്യാവശ്യ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരാൾ അറിയാണ്ട് വിടിഞ്ഞാൽ അങ്ങനെ കുറേ മസഅലത്തുകളുണ്ട്. അതിന് വേണ്ടി വേർപ്പെടുത്തിയ ആ സെപ്പറേറ്റ് ചെയ്ത ആ വാക്കുകൾ ആൾക്കാരുടെ ഇടയിൽ പ്രചരിച്ചു. അറിവിൻ്റെ വാക്കുകൾ, അതായത് ഒരു ഡെഫിനിഷൻ എന്നുള്ളതും അത് അങ്ങനത്തെ ഒരു കാര്യം സാധാരണ ആൾക്കാരുടെ അടുത്ത് പ്രചരിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ് എന്ത്, ഈ സുന്നത്തിന് അത്രയും വില ഇല്ലാത്ത രൂപത്തിൽ കാണുന്നത്. ആ സുന്നത്ത് എന്താ പറയുക, ആ സുന്നത്തല്ലേ, അങ്ങനെയല്ലല്ലോ, അത് സുന്നത്താണല്ലോ, എടുക്കണമെന്നല്ലോ. സുന്നത്ത് രണ്ട് തരമുണ്ട്. മുഅക്കദായ സുന്നത്തുണ്ട്, അത് വിടിയാൻ പറ്റില്ല, സാധാരണ അവസ്ഥ വിടിയാൻ പറ്റില്ല. പിന്നെ എപ്പോഴാണ് വിടിയ? അത്യാവശ്യമായി യാത്രകളിലാണ്, പ്രയാസമുണ്ട് എന്നുള്ള സമയത്ത് അത് ഒഴിവാക്കാൻ എന്താണ് പറയുക, ഒഴിവാക്കാനുള്ള പെർമിഷൻ, അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ കുറ്റം കിട്ടില്ല. മനസ്സിലായ? അത് പതിവായിട്ടൊരാൾക്ക് വിടാൻ അനുമതിയില്ല. അതേ സമയത്ത് മുഅക്കദല്ലാത്ത സുന്നത്ത് എപ്പോഴേലും എടുത്താൽ മതി. കാരണം എന്താ, മുഅക്കദായ സുന്നത്ത് പതിവായിട്ട് കൊണ്ടുവരേണ്ടത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൽപ്പന കുറച്ചുകൂടി താഴെയുള്ള കൽപ്പന, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയ്ക്ക് ചെയ്തിരുന്നു എന്നുള്ള ഒരിതാണ്. മനസ്സിലായ? മുഅക്കദായ സുന്നത്തുകൾ ഒരാൾ വിടിയരുത്. മുഅക്കദല്ലാത്ത സുന്നത്തുകൾ ഒരാൾ വിടിയാൽ അയാൾ ചെയ്താൽ അൽഹംദുലില്ലാ, പതിവായിട്ട് ചെയ്യണില്ല, എടുക്കെങ്കിലും ചെയ്യാം. പക്ഷെ മുഅക്കദായ സുന്നത്ത് പതിവായിട്ട് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായിട്ട് ചെയ്തത് കൊണ്ടാണ് അത് മുഅക്കദായ സുന്നത്താണെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ആ സ്വരത്തിൻ്റെ സ്വരം ഫർളിനെ സാമീപ്യമുള്ള സ്വരം, ഇപ്പോൾ കറാഹത്ത് എന്ന് പറയുന്നുണ്ട്. എല്ലാ കറാഹത്തും കറാഹത്താന്ന് ആര് പറഞ്ഞു? ചില കറാഹത്ത് ഹറാമാണ്, കുറ്റം കിട്ടണ ഹറാമാണ്. അത് ഒരു ഡെഫിനിഷൻ്റെ കറാഹത്തുണ്ട്. കറാഹത്ത് രണ്ടാണ്, കറാഹത്ത് തഹരീമുണ്ട്, കറാഹത്ത് തൻസീഹുണ്ട്. ഈ കറാഹത്ത് തൻസീഹിനെ കറാഹത്ത് എന്ന് ശരിക്കും വിളിക്കുള്ളൂ. കറാഹത്ത് തഹരീം എന്ന് പറയുന്ന സാധനം ഹറാമാണ്. കറാഹത്ത് തഹരീം എന്ന് പറയുന്നത് ഇത് കറാഹത്താന്ന് പറയുമ്പോൾ എല്ലാ കറാഹത്തും കറാഹത്തല്ല, അതൊരു ഡെഫിനിഷനാണ്. ഹറാമും കറാഹത്ത് തഹരീമും തമ്മിൽ പണ്ഡിതന്മാർ ഡെഫിനിഷനിൽ വ്യത്യാസം. ഒന്ന് കൃത്യമായ വ്യക്തമായ തെളിവിൽ വന്നു, അതായത് ഒരാൾക്ക് അതെല്ലാം നിഷേധിക്കാൻ പറ്റാത്ത വ്യക്തമായ തെളിവുകളിൽ നിന്ന് വന്നത് ഹറാമാണെന്നുള്ളത്. മറ്റേത് വ്യക്തമായ തെളിവിലല്ല വന്നത്, പണ്ഡിതന്മാർ നോക്കിയപ്പോൾ അവർക്ക് ഇത് ഈ സ്വരം പോലെ തന്നെ എന്നുള്ള ഒരു രൂപത്തിൽ അവർക്ക് അത് ഹറാമാണെന്ന് വ്യക്തമായ പൂർണ്ണമായ തെളിവുകളില്ല, എന്നാലും ഏകദേശം തെളിവുകളുണ്ട്. അപ്പോൾ ഹറാമാണെന്ന് എങ്ങനെ പറയുക എന്നുള്ളത് കൊണ്ട് കറാഹത്ത് എന്ന് പറഞ്ഞതാണ്. പക്ഷെ അത് ഹറാമാണ്. മനസ്സിലായ? ആ ഡെഫിനേഷൻ എന്താ? ഒരാൾക്ക് തീരെ റദ്ദ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാണ്, അതാണ് ഹറാം. ഇത് ചിലപ്പോൾ ഒരാൾ പറയുക തെളിവ് ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നറിഞ്ഞ് ചർച്ചയിൽ കൊണ്ടിടാം. അപ്പോൾ അവർ പറഞ്ഞ് ഇതിൻ്റെ തെളിവ് മറ്റേ തെളിവിൻ്റെ പവറില്ല. പക്ഷേ ഒരു മുഅ്മിൻ തെളിവ് നോക്കുന്ന ആളാണോ അമൽ ചെയ്യേണ്ട ആളാണോ? അത് ഉലമാക്കളെ പണി, അവരെ പണിയും അവരെ ഡെഫിനേഷനും കൊടുക്കുന്ന സാധാരണ ആൾക്കാർ ജീവിതത്തിൽ കൊടുക്കുന്നത് തന്നെയാണ് സുന്നത്തും ഫർളിലും ഉള്ളത്. പഴയ കാലത്ത് എന്താണ്
ഉലമാക്കളും സാലിഹ്യങ്ങളും ഒരാൾ സാധാരണ രീതിക്ക് ദുഹറിൻ്റെ മുമ്പ് 4, ദുഹറിൻ്റെ ശേഷം 4, അസറിൻ്റെ മുമ്പ് 4, മഗ്രിബിൻ്റെ മുമ്പ് 2, മഗ്രിബിൻ്റെ ശേഷം 2, പിന്നെ അവ്വാബി നിസ്കാരം നിസ്കരിക്കാം ഫضലുണ്ട് എന്ന് പറയും. അതാണ് മുഅക്കദല്ലാത്ത സുന്നത്തുകളെ രൂപം. മുഅക്കദല്ലാത്ത സുന്നത്തിന് അങ്ങനെ പറയുക, ആ ചെയ്യേ എന്നാൽ ഫضലുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. പക്ഷേ അതേ സമയത്ത് മുഅക്കദായ സുന്നത്ത് ചെയ്യണം എന്നേ പറയുള്ളൂ. മനസ്സിലായില്ല? ദുഹറിന് മുമ്പുള്ള 2 മുഅക്കദ്, ശേഷമുള്ള 2 മുഅക്കദ്. പക്ഷേ ബാക്കിയുള്ള 2 മുഅക്കദല്ലാത്തത്. മുഅക്കദാന്ന് പറഞ്ഞവരും ഉണ്ട്. അപ്പോൾ മുഅക്കദാന്ന് പറഞ്ഞവരുണ്ടല്ലോ. പിന്നെ വിത്തർ ഫർളാണോ തന്നെ വലിയ ചർച്ചയുള്ള ഒരു വിഷയമാണ്. അതിൻ്റെ തെളിവുകൾ അത്രയും സുന്നത്തുകളുടെ തെളിവുകൾ എടുത്ത് നോക്കുമ്പോൾ ഫർളിലേക്ക് എത്താവുന്ന രീതിക്കുള്ളൊരു തെളിവുകളാണ് എന്ത് വിത്തറിൻ്റെ തെളിവുകൾ. അത്രയും ഇതൊക്കെ പണ്ഡിതന്മാരുടെയുള്ള ഡിസ്കഷനാണ്. ഏതുവരെ അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പറഞ്ഞു ഫർളാന്നല്ല പറഞ്ഞത്, വാജിബാന്നല്ല പറഞ്ഞത്. അത് വിടാൻ ഫർളാണല്ലോ. അവരെടുത്ത് വാജിബും ഫർളും വ്യത്യാസം, ഡെഫിനിഷൻ വ്യത്യാസം. ഒന്ന് വ്യക്തമായ തെളിവിൽ വന്നത്, ഒന്ന് എന്താണ് ആ തെളിവിൻ്റെ ബലം കുറച്ച് കുറവാണ്. അതിനെ വാജിബും ഫർളും നമ്മളെ അടുത്ത് അങ്ങനെയില്ല. ഞാൻ ഇതൊക്കെ പറഞ്ഞ ഡെഫിനീഷനുകളെ കാര്യങ്ങളും ആൾക്കാരെ ഉലമാക്കളെ മുസ്തലഹാത്ത് വാക്കുകൾ ഉപയോഗിച്ച് നമ്മളെ ജീവിതത്തിൽ കൊടുന്നു കഴിഞ്ഞാൽ അത് വലിയ ഉപകാരം ഉണ്ടാവണമെന്നില്ല. നമ്മൾ ചോദിക്കേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ മേലിൽ അത് എങ്ങനത്തെ രൂപത്തിലാണ് എൻ്റെ മേലിൽ അത് ബാധിക്കുന്നത്. ഉലൂമുദ്ദീൻ എടുത്ത് നോക്കിയാൽ കാണാം എന്താണ് ഒരാൾ അതിൽ വന്നിട്ടുള്ള ഒന്നാണ്. ഒരാൾ എടുത്ത കാലം കൊണ്ടാണ് കയറിയത്, എടുത്ത കാലം കൊണ്ട് ഇറങ്ങിയത്, വലത്തെ കാലം കൊണ്ട് ഇറങ്ങിയെന്നുള്ള സംശയം വന്നതിന് എന്താണ് ഒരു ഖീറാത്ത് തന്നെ എന്ത് ചെയ്ത് സദഖ ചെയ്ത്, അത് ആ ഒരു സുന്നത്ത് വിടുങ്ങിയതിന്. ഞങ്ങൾ കേൾക്കുമ്പോൾ അത് അയാളെ എന്താ അതൊരു ഓവറല്ല അല്ല, അത് മനസ്സിലായോൻക്ക് അത് അത്രയും വാല്യൂ ഉള്ളതാണ്. ഒരു സുന്നത്ത് വിട്ട് കഴിഞ്ഞാൽ എന്താ മുഗാമികൾ എന്ത് ചെയ്യണം, തൗബ ചെയ്യരുതെന്നാണ്. അപ്പോൾ അത് അവർ ഇത് നമ്മൾ നല്ല അവർക്കല്ലേ ദീന് ശരിക്കും മനസ്സിലായ ആൾക്കാർ നമ്മൾക്കാണോ നമുക്കാണോ അത് അവർക്കാണോ ദീന് ശരിക്കും മനസ്സിലായത്? ഇപ്പോൾ ഒരിക്കലും ശർഅ് ദീനിൽ പറഞ്ഞിട്ടില്ല, ദീനിൽ ഇങ്ങനെയല്ല വരുന്നത്. അതായത് ഒരാൾ ഒന്നു കൊടുക്കുമ്പോൾ മുടി ഇങ്ങനെ ആക്കണം എന്നല്ല ശരീഅ പറയുന്നത്. മിനിമം എന്താണെന്നാണ് ഉലമാക്കൾ ചർച്ച ചെയ്തത്. അതായത് ഒരാൾ തീരെ വെള്ളമല്ല, ഒന്നു കൊടുക്കാനുള്ള വെള്ളം ഭയങ്കര കുറവാണ്, അല്ലെങ്കിൽ കുറച്ച് വെള്ളമല്ലോ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നു കൊടുക്കാൻ എല്ലാവർക്കും പറ്റണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഫർള് മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളവർക്കാണ് എന്ത് ചെയ്യുക ആ കല്ല് പിടിക്കൽ. അല്ല എപ്പോഴും ആ കല്ല് പിടിക്കുന്നത് സുന്നത്ത് പിടിക്കുന്നതായി. അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ആ മറ്റേ സ്ഥലത്ത് വരും. എപ്പോഴും ഇങ്ങനെ ആക്കണ പ്രശ്നമാണ്. കാരണം ഇതെന്താ ഉണ്ടായത്, ഉസ്താദുമാരെ ദർസിയിൽ പറയുന്ന കാര്യം അല്ലെങ്കിൽ ആ ഒരു ഫർളുകൾ എണ്ണുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഫർള് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇവർ മനസ്സിലാക്കിയ ഫർള് മാത്രം എടുത്താൽ മതിയില്ലേ. ചിലപ്പോൾ അതുവരെ സുന്നത്തൊക്കെ എടുത്തിരുന്ന ആൾ ഫർള് പഠിച്ചിട്ട് ഫർള് മാത്രം എടുക്കുന്ന ആളായിട്ടുണ്ടാവും. അതുവരെ തല മുഴുവനും തടവേണ്ടാവും. ഈ ഒരു ദർസ് ഓതിയതിൻ്റെ ശേഷം ഇയാൾ ഇങ്ങനെ ഇരിക്കും ആക്കേണ്ട. അതാ ഗരീബ്. പഴയ ആൾക്കാരൊക്കെ ഇത് സുന്നത്താണ് എടുക്കണ്ടേ എന്നാണ് പറഞ്ഞു തരുന്നത്. ഒരു സുന്നത്ത് കണ്ടാൽ ഇന്ന് ആ സുന്നത്തല്ലേ. അതായത് സുന്നത്ത് അറിയുന്ന ഈ കാലത്ത് സുന്നത്ത് എന്തിനാ വിടാൻ വേണ്ടിയിട്ട് അറിയുന്നത്, ആ കാലത്ത് സുന്നത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അറിയുന്നത്. അത്രയും ഗൗരവമായ ഒരു വിഷയമാണ്.
അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന ഫർളും നവാഫിലുമാണ്. ഫൽ ഫർളു റഅ്സുൽ മാൽ, ഫർള് റഅ്സുൽ മാലാണ്, മൂലധനമാണ്. അതായത് മൂലധനം പോയി അയാൾ നാശത്തിലായി. വബിഹി തഹ്സുലുൻ നജാ, അതുകൊണ്ടാണ് രക്ഷപ്പെടുള്ളൂ. വന്നഫ്ലു ഹുവ റിബ്ഹു വബിഹിൽ ഫൗസു ബിദ്ദറജാത്ത്, നഫ്ലൊക്കെ എന്താണ്? റിബ്ഹാണ്, പ്രോഫിറ്റാണ്. അവിടെ വേറെ വിഷയമുണ്ട്, നിങ്ങൾ മറക്കണ്ട. ആ ഫർളിയിൽ ഫർള് മൂലധനാണല്ലോ. ആ ഫർളിയിൽ ഓട്ട വീണാൽ ഏതിന്നാണ് പരിഹരിക്കുക? സുന്നത്തിന്നാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, എന്താണ്? നാളെ ഖിയാമത്ത് അവരെ ഫർള് കൊണ്ടുവരും. ഫർളിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ പറയും? റബ്ബ് പറയും അയാളെ സുന്നത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് ഫർളിക്ക് ഇങ്ങനെ എന്ത് പരിഹരിക്കുക. ഈ പറഞ്ഞ കൃത്യമാണ്. മൂലധനത്തിൽ ഓട്ട വന്നാൽ, അല്ല മൂലധനത്തിൽ മിസ്സിങ് വന്നാൽ പ്രോഫിറ്റ് എന്നല്ലാണ്ട് പിന്നെ എവിടെ നിന്ന് എടുത്ത് വെക്കാം? അപ്പോൾ അത് പ്രോഫിറ്റായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. ഒരാൾക്ക് മൂലധനത്തിൽ ഓട്ട വന്ന് ഫർള് എന്ന് പറഞ്ഞാൽ അയാൾ ഫർള് നിസ്കരിക്കുന്നത് എങ്ങനെ? ഒന്നും എടുത്ത് വരും, കൈ കെട്ടും, ഫാത്തിഹൻ്റെ ശരിക്കും ഓതുണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഓർമ്മ, എന്തിനാ സൂറത്ത് ഓതെന്ന് പറഞ്ഞ് ചിലപ്പോൾ റുക്കുവായി പോവും, റുക്കുവാൻ്റെ ശരിക്കും ഉണ്ടാവില്ല. അതന്നെ ഓട്ടമുള്ള ഒരു ഫർളാണ്. മൂലധനം തന്നെ. അപ്പോൾ അതിലുള്ള മിസ്സിങ് എവിടെ നിന്ന് പരിഹരിക്കുക? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കൃത്യമായ വാക്കാണ്. പക്ഷേ ഫർള് ഇതും പരിഹരിക്കുന്നത് റിബ്ഹി എന്നല്ല പരിഹരിക്കാനായിട്ടുള്ള പ്രോഫിറ്റിന്ന്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞു, ما تقرب إلي المتقربون بمثل أداء ما افترضته عليهم ولا يزال العبد يتقرب إلي بالنوافل حتى أحبه فإذا أحببته كنت سمعه الذي يسمع به وبصره الذي يبصر به ولسانه الذي ينطق به ويده التي يبطش بها ورجله التي يمشي بها. ഇവിടെ പറഞ്ഞ അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നു, മാ തഖറബ, ഏതൊക്കെ ഒരാൾ അടുക്കാൻ, അള്ളാഹുവിൻ്റെ അടുക്കൽക്ക് അടുക്കാനുള്ള വഴികളൊക്കെ തേടുന്ന ഏതൊരാളും അടുക്കൂല, ഇങ്ങനത്തെ ഒരു കാര്യം കൊണ്ടല്ലാണ്ട് അടുക്കൂല. ബിമിസ്ലി അദാഇ മഫ്തറത്തു അലൈഹിം, ഞാൻ ഫർളാക്കിയ കാര്യം അവൻ ചെയ്ത് കൊണ്ട് അടുക്കുന്ന പോലെ വേറൊരു കാര്യം കൊണ്ട് അടുക്കാൻ കഴിയില്ല. മൂലധനം വെച്ചാലാണ്, ഇപ്പോൾ ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൂലധനം ആദ്യം വെക്കണം, അല്ലാണ്ട് പ്രോഫിറ്റ് ഉണ്ട് പ്രോഫിറ്റിൽ നിന്ന് എടുക്കാൻ മൂലധനം വെച്ചാലല്ലേ ഇനി പ്രോഫിറ്റുകളൊക്കെ ഇത് കിട്ടുള്ളൂ. വലാ യസാലുൽ അബ്ദു യതഖറബു ഇലയ്യ, പിന്നെ അങ്ങനെ അയാൾ ഫർളൊക്കെ എടുത്ത് എന്നിട്ട് ഇങ്ങനെ വലാ യസാലുൽ അബ്ദു യതഖറബു ഇലയ്യ, പിന്നെ അയാൾ സുന്നത്തുകൾ എടുത്ത് ഇങ്ങനെ ഇന്ത്യയിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ഒന്ന് ഫർളിൻ്റെ മൂലധനം മിസ്സിങ് പോട്ടെ, മിസ്സിങ് പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ എക്സ്ട്രാ വരുന്നതുകൊണ്ട് അയാൾ അടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അയാളെ സിദ്ഖും അയാൾ സുന്നത്തിൻ്റെ മുറുകെ പിടിക്കണം കണ്ടു കഴിഞ്ഞാൽ ആ സുന്നത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ആ സുന്നത്തിന് ഫദ്ല് കൊടുക്കും. പരിഹരിക്കൽ മാത്രമല്ല, അല്ലാഹു ജല്ല ജലാലുഹു കരീമാണ്, അടുക്കുന്നവൻക്ക് അടുക്കുന്നവനാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, അല്ലാഹു സുബ്ഹാനഹു അല്ലാഹ് പറഞ്ഞ്, മൻ അതാനി യംശി അതൈതു അർവല, ആരേലും എൻ്റെ അടുക്കൽക്ക് നടന്നു വന്നാൽ ഞാൻ ഓടി പോകുന്ന. എന്താണ് മനസ്സിലാവുന്നത്? അതായത് ഒരാൾ ഒരു കാര്യം പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ച് നന്നായിട്ട് പ്രവർത്തിക്കേണ്ടെങ്കിൽ അയാൾ കുറച്ച് എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൽ കടക്കാനുള്ള വഴി അള്ളാഹു കൂടുതൽ കൊടുക്കും. അയാൾ ഇത്രയേ അടക്കാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അള്ളാഹ് അയാൾക്ക് ഇനിയും അടക്കാനുള്ള വാതിൽ തുറന്നോളും. എങ്ങനെ? അയാൾ ഉദ്ദേശിച്ചതിലും 10 ഇരട്ടിയായിട്ട്. وهذا قول ربنا جل من جاء بالحسنة فله خير منها فله 10 أمثالها. ഒരു ഖൈർ 10 ഇരട്ടി. അതൊന്നുപോലെ ഫലത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഇനിയും. അതുകൊണ്ട് ഒരാൾ സുന്നത്ത് എടുത്ത ഏതൊരു ഒരാൾ നോക്കി കഴിഞ്ഞാൽ അയാൾക്ക് ഇനിയും സുന്നത്ത് എടുക്കാനുള്ള വാതിൽ അല്ലാഹു തുറന്നിട്ടുണ്ടാവും. അല്ല, ഫലം 10 അവിടെ കിടക്കേണ്ട. അതല്ലാതെ ഈ ഇവിടെ പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാൾ അടുത്ത് കഴിഞ്ഞാൽ അള്ളാഹ് ഇനിയും അടുക്കും.
അപ്പം എന്തുണ്ടാവും ഇങ്ങ് എടുക്കാന്നുണ്ടെങ്കിൽ അയാൾ അള്ളാഹുവിൻ്റെ ഹാസായ ആളാവും. അപ്പോൾ ഹാസായ ആളാവുമ്പോൾ അയാൾക്ക് ഇനിയും അടുക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും വാതിലുകൾ തുറയും. അപ്പോൾ അയാൾ 2 റക്അത്ത് നിസ്കരിച്ചിരുന്ന ആൾ 4 റക്അത്ത് നിസ്കരിക്കും, റാഹത്തി 4 റക്അത്ത് നിസ്കരിക്കും. ഒരു എന്തല്ല അയാൾ റബ്ബ് ജല്ല ജലാലുഹു ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. എന്താണ് ഈ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന? ആരേലും കഷ്ടപ്പെട്ട് പതിവാക്കി ഇങ്ങനെ സുന്നത്തുകളും ഫർളുകളൊക്കെ പതിവാക്കി കൊണ്ടുവരുന്നുണ്ട്, മുജാഹദത്ത് ചെയ്തിട്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ലനഹ്ദിയന്നഹും സുബുല, ഞങ്ങളെ വഴി സന്മാർഗത്തിൻ്റെ വഴി ഞങ്ങൾ കാണിച്ചു കൊടുക്കും. അതായത് അയാൾ പിന്നീട് അങ്ങോട്ട് എത്തുമ്പോൾ അയാൾക്ക് ഇങ്ങനെ വാതിലുകൾ തുറയും. അയാൾ അത് വിടിയാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മലക്ക് വന്നിട്ട് അയാളെ ഇങ്ങോട്ടേക്ക് പിന്തിരിപ്പിക്കും. ഇത് നിസ്കരിച്ചോന്നറിയും. അല്ലെങ്കിൽ അയാൾ നിസ്കാരത്തിൽ അയാൾക്ക് അല്ലാഹു ലദ്ദത്ത് കൊടുക്കും, വഴി കാണിച്ചു കൊടുക്കും. അയാൾ കുറേ കാലം മെനക്കെട്ടതിനുള്ളത് കൊടുക്കും. അയാളെ താഅത്തിൽക്ക് അയാളിങ്ങനെ ഉന്തി തള്ളി പറഞ്ഞേക്കും. അയാൾക്ക് ഇഷ്ടമുണ്ടാവുകയും ചെയ്യും. ആദ്യം അയാൾ വാതിൽ തുറന്നപ്പോൾ അല്ലാഹു തുറന്നു കൊടുത്തതാണ് ആ വാതിലുകളൊക്കെ. സുന്നത്ത് മുറുകെ പിടിക്കുകയാണ് ഒരാൾക്ക് ഇനിയും സുന്നത്ത് ചെയ്യാനുള്ള തൗഫീഖ് കിട്ടും. അല്ലെങ്കിൽ ഉള്ള സുന്നത്തുകളും ഫർളും നന്നാക്കാനുള്ള തൗഫീഖ് കിട്ടും. അപ്പോൾ റബ്ബ് ജല്ല ജലാലുഹു പറഞ്ഞ് അങ്ങനെ അയാളിങ്ങനെ സുന്നത്തുകളൊക്കെ വർദ്ധിപ്പിച്ചിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ ആ ഗണത്തിൽ ഇങ്ങനെ പെടണം. അതിങ്ങനെ ദറജത്തുകളാണ്. ഫൈദ അഹ്ബബ്തുഹു, പ്രത്യേകമായ മഹബത്ത്, മുഅ്മിൻ എന്നുള്ള മഹബത്തുണ്ട്. അതുപോരാതെ ഈ ഫർള് അള്ളാഹ് പറഞ്ഞത് അനുസരിച്ചു എന്നുള്ള, ഫർള് കൊണ്ടനുസരിച്ചു സുന്നത്ത് കൊണ്ടനുസരിച്ചു എന്നുള്ളത് മനസ്സിലായ? അങ്ങനെ സുന്നത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചിട്ട് ഇഷ്ടദാസനാവുന്നവരെ. ഇഷ്ടദാസനായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അവൻ്റെ അള്ളാഹ് പറഞ്ഞ് കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ്റെ കേൾവിയാവും. ഞാൻ അവൻ്റെ കേൾവിയാവും. ഹക്ക് പറഞ്ഞാൽ ഇത് വായിച്ചാൽ തന്നെ തിരിയാവുന്നേ ഉള്ളൂ. കേൾവിയാവും, അവൻ്റെ കേൾവിയാവും എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ജല്ല ജല, നിങ്ങൾ അതിലൊക്കെ എന്തൊക്കെ ശരിക്കും പറഞ്ഞാൽ അറബി ഭാഷയിൽ ഇങ്ങനത്തെ പ്രയോഗം പ്രയോഗിക്കുമ്പോൾ അതിലെന്തൊക്കെ അർത്ഥമുണ്ട് അതൊക്കെ വെച്ചോന്നാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, നടന്ന് വന്നു കഴിഞ്ഞാൽ ഓടി വരും, അതിലെന്തൊക്കെ അർത്ഥമുണ്ട് അത് മനസ്സിലാക്കിക്കോളും. ഇങ്ങനെ ഓടി വരും എന്ന് നമ്മൾക്ക് ഊഹത്തിലേ വരില്ല റബ്ബ് ജല്ല ജലാലുവിൻ്റെ. അപ്പം പിന്നെ അത് അങ്ങനെയല്ല എന്ന് ഊഹിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയല്ല എന്ന് ബയാനാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചില പൊട്ടത്തരങ്ങൾ റദ്ദ് ചെയ്യാൻ ചിലപ്പോൾ പറയേണ്ട വരും എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞ് അവൻ്റെ കാഴ്ചയാവും, ഞാൻ അവൻ്റെ കേൾവിയാവും. അള്ള കേൾവിയായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഹറാം അയാൾക്ക് കേൾക്കാൻ കഴിയുമോ? ഹറാമിൻ്റെ വഴിയിൽ നിന്ന് അയാൾ മാറും. അയാൾ കേൾവി, ദിക്റിൻ്റെ കേൾവികൾ, ഖൈറിൻ്റെ കേൾവികൾ. ഈ ഷെറിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ അവരെ ബന്ധങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? മുറിക്കും. അയാൾ ഖൈറിൻ്റെ ആൾക്കാരുടെ അടുത്തേക്ക് കൂടും. അപ്പോഴല്ലേ കേൾവി നന്നാവുള്ളൂ. അയാൾ ഫർളുകളുടെ ബാങ്കുകളൊക്കെ അയാൾ ഉറക്കത്തിലാണ്, ചിലപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ അയാൾ ചിലപ്പോൾ ഇതിനൊക്കെ എണിക്കും. കേൾവികളൊക്കെ എന്താ കേൾവി? അല്ലാഹു അവൻ്റെ കേൾവിയാവും എന്നറിഞ്ഞാൽ പിന്നെ അതിനെക്കാട്ടി നിങ്ങൾ ഞാൻ അവൻ്റെ കേൾവി നന്നാക്കും എന്നറിയണതിനെക്കാട്ടിയും അതിലും ഉപരിയല്ലേ അവൻ്റെ കേൾവിയാവും എന്നറിയുന്നത്? ആണോ അല്ലയോ? ഇപ്പോൾ ഞാൻ അവൻ്റെ ആളാണെന്ന് പറയുന്നതും ഞാനാണ് അവന് എന്ന് പറയുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? വലിയ വ്യത്യാസം ഉണ്ടല്ലോ. അവൻ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞി. അതായത് ഒരാൾ അയാളെന്തേലും തൊട്ട് കഴിഞ്ഞാൽ ഇന്ന തൊട്ട പോലെ കഴിഞ്ഞി. അതിൽ ഇനിയൊരു ചർച്ചയില്ല. അവൻ്റെ കേൾവിയായി എന്നറിഞ്ഞാൽ പിന്നെ ഒരാൾ ആ വഴിക്ക് വരരുത്. അവൻ്റെ കേൾവിയായി എന്നറിഞ്ഞാൽ കഴിഞ്ഞല്ലോ. അതിനെക്കാട്ടിയും ഒരു ഉയർന്ന ഭാഷ ഏതാ ഉള്ളത്? കേൾവിയായി എന്നറിഞ്ഞാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ വേറെ ഉണ്ട്. അവൻ്റെ കേൾവിയായി എന്നറിയുമ്പോൾ ഇബാദത്ത് നന്നായിട്ട് എടുക്കുന്ന ആളെ കേൾവി കുറയില്ല എന്നുള്ളതും അതിൽ നിന്ന് കിട്ടും. എന്നല്ല പറഞ്ഞ് പരീക്ഷണങ്ങളുണ്ടാവും. അവൻ്റെ കാഴ്ചയാവും ഞാൻ.
ഫിസിക്കലും ഉണ്ടാവുമല്ലോ. പിന്നെ ചിലത് പരീക്ഷണം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അയാൾ ചെയ്ത എന്തേലും ഇതിനു വേണ്ടി അള്ളാഹു പരീക്ഷണം കൊടുക്കും. അല്ലെങ്കിൽ ആഖിറത്തിൽ അയാളെ ദർജത്തുകൾ ഇനിയും ഉയർത്താൻ വേണ്ടി അള്ളാഹു പരീക്ഷണം കൊടുക്കും. കാരണം അത്രയും ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷേ അയാളെ ദർജത്തുകൾ നോക്കുമ്പോൾ ഓട്ട അവിടെ ഇവിടെ ഒക്കെ ഓട്ട കാണാണ്ട്, അവിടെ ഇവിടെ ഒക്കെ മിസ്സിങ് കാണാണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? റബ്ബ് സുബ്ഹാനഹു ദർജത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉയർത്താൻ വേണ്ടിയിട്ട് അയാൾക്ക് ചിലപ്പോൾ കേൾവിൻ്റെ പ്രശ്നം കൊടുക്കും, കാഴ്ചൻ്റെ പ്രശ്നം കൊടുക്കും. മനസ്സിലായോ? എന്തൊക്കെ മിസ്സിങ് ശാരീരികമായിട്ട് വന്നിട്ടുണ്ടോ, അതിൽ ക്ഷമയുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു അതുകൊണ്ടൊക്കെ ഒന്നാലും മൈനസൊക്കെ പരിഹരിക്കും. അല്ലെങ്കിൽ ഉയർത്താൻ വേണ്ടിയിട്ടും. വെറും അവൻ ചെയ്ത തെറ്റിന് മാത്രമായിട്ടല്ല പരീക്ഷണം വരുന്ന അയാൾ ഉയർത്താൻ വേണ്ടിയിട്ടും കൂടിയാണ്. അതുകൊണ്ടല്ല അംബിയ മുർസലീങ്ങളാണ് ഏറ്റവും പരീക്ഷണം ചെയ്യപ്പെട്ട ആൾക്കാർ. അഷദ്ദുന്നാസി ബലാൻ അംബിയ ഫൽ അംസൽ എന്നല്ല ഹദീസിൽ. അതുപോലത്തെ അപ്പോൾ അവൻ്റെ കേൾവിയാവും എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഈ അറബി പ്രയോഗം അത് ഒരിക്കലും ഒരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്താൽ മനസ്സിലാവില്ല. ഇത് തർജ്ജമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള അർത്ഥങ്ങൾ തർജ്ജമ ചെയ്യുക. അവൻ്റെ കേൾവിയാവും എന്ന് പറഞ്ഞ് അത് തർജ്ജമ ചെയ്യുമ്പോൾ അങ്ങനെ തർജ്ജമ ചെയ്താൽ ചിലപ്പോൾ ആൾക്കാർക്ക് തിരിയില്ല. അറബിയിൽ പറയണ പോലെയല്ല. അവൻ്റെ കാഴ്ചയാവും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് തിരിയണമെന്നില്ല. ആ കാഴ്ചാവും എന്ന് പറഞ്ഞാൽ കാഴ്ചാവും, അല്ലാണ്ട് എന്താണ് അവൻ്റെ കാഴ്ചാവും എന്ന് പറഞ്ഞാൽ അവൻ്റെ കാഴ്ചാവും. അതായത് അവൻ്റെ കണ്ണിൽ അള്ളാഹു സുബ്ഹാനഹു ഖൈറിൻ്റെ മാർഗങ്ങൾ തുറന്നു കൊടുക്കും, ഷെറിൻ്റെ മാർഗങ്ങളൊക്കെ പൂട്ടും. അവൻ്റെ കാഴ്ച അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിലാക്കും, ഖൈറിലാക്കും. അവൻ്റെ കാഴ്ച എപ്പോഴും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലും നോട്ടത്തിലായിരിക്കും. വലിയ കാര്യമല്ലേ? അവിടെ ഞാൻ എൻ്റെ സംരക്ഷണത്തിലാണ്, എൻ്റെ ഹിഫാദത്തിലാണ് നോട്ടം എന്നല്ല പറഞ്ഞത്. അവൻ്റെ നോട്ടം ഞാൻ അവൻ്റെ നോട്ടം ഞാനിരിക്കും. അതായത് ഞാനാണ് അവൻ്റെ അവൻ്റെ നാവാവും ഞാൻ. അതായത് അവൻ്റെ നാവിൽ അള്ളാഹു ദിക്ർ ഇട്ടെടുക്കും. അയാൾ ഫാത്തിഹ ഒക്കെ ഓതുമ്പോൾ നന്നായിട്ട് ഓതാൻ കഴിയും. ഖുർആൻ ഓതുമ്പോൾ ഓതാൻ കഴിയും, മാധുര്യം കിട്ടും. അയാൾ ഖുർആൻ ഓതുമ്പോഴൊക്കെ ഒരു വല്ലാത്ത ഒരു ഫീലായിരിക്കും അയാൾക്ക്. ദിക്ർ ചെല്ലുമ്പോഴൊക്കെ ഒരു വല്ലാത്ത അനുഭവമായിരിക്കും. അവൻ്റെ നാവായി അള്ളാഹു. അത്രയും നാവായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ താഴെ എന്തൊക്കെ ഇടാൻ പറ്റുമോ അതൊക്കെ ഇട്. അള്ളാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്തൊക്കെ കൊടുക്കും. അള്ളാഹുവിൻ്റെ കുദ്റത്തും കൂവത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായാൽ അത് ഇങ്ങനെ ഇതാണെന്ന് പറഞ്ഞാലും തീരോ? നിങ്ങൾക്ക് തോന്നണ്ട തീരുന്ന്? തരുന്നവൻ ഒരു ലിമിറ്റും ഇല്ലാത്തതാണെന്ന് അറിയുമ്പോൾ കൊടുക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? ലിമിറ്റ് വെച്ചിട്ടാന്ന് നിങ്ങൾക്ക് തോന്നണ്ട. അത് നമുക്ക് പറയാം അങ്ങനൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെയാണെന്ന് പറയാം. അത്രയല്ലാണ്ട് അള്ളാഹു എന്ന് അറിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ, പിന്നെ അതിൻ്റെ അപ്പുറം നമുക്ക് ഊഹിക്കാൻ കഴിയുമോ? കഴിയൂല. ആ പ്രയോഗം തന്നെ ഒരു വല്ലാത്ത പ്രയോഗമാണ്. വയദഹുല്ലത്തി അവൻ്റെ കയ്യാവും, വയദഹുല്ലത്തി യബ്തിഷു ബിഹാ അവന് വയ്ക്കുന്ന അവൻ്റെ കയ്യാവും, അവൻ്റെ കയ്യാവും. അതിലെന്തൊക്കെ നിങ്ങൾക്ക് അർത്ഥം വെക്കാൻ പറ്റുമോ അതൊക്കെ അതിൽ വരുന്നത്. അവൻ്റെ കയ്യാവും എന്ന് പറഞ്ഞാൽ ഇബാദത്തിൽ വെനക്കാനും ഇതാക്കാനൊക്കെ. അത് പിന്നെന്താണ്, ഇനി എന്താണ് പറയാനുള്ളത്? വരിജിലഹുല്ലത്തി യംശി അവൻ്റെ കാലും ആവും. ഇനി എന്താ ബാക്കിയുള്ളത്? അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് അയാളെ സംരക്ഷണം മാത്രമല്ലല്ലോ അവിടെ വരുന്നത്. എന്തൊക്കെ അർത്ഥങ്ങൾക്ക് അവിടെ വെക്കാൻ പറ്റും അതൊക്കെ അവിടെ ഉണ്ട്. ഇനി എന്താ ഇപ്പോൾ ബാക്കിയുള്ളത്? അതുകൊണ്ടല്ലേ ഈ ഹദീസിൻ്റെ ബാക്കിയിൽ അവസാനം പറയുന്നുണ്ട്,
ഈ ഹദീസിൻ്റെ തുടക്കം എങ്ങനെ തുടങ്ങുന്നത്? ഈ ഹദീസ് തുടങ്ങുന്നത് എങ്ങനെ? മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ഈ ഹദീസ്. ആരേലും എൻ്റെ വലിയനെ ശത്രുതയോടെ കണ്ടു കഴിഞ്ഞാൽ, ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, ഞാൻ അവനെ യുദ്ധത്തിനെ വിളിക്കുന്നു, ഞാൻ അവൻ്റെ മേലെ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നുള്ള പറഞ്ഞത്. എന്നിട്ടാണ് ഈ ഹദീസ് തുടങ്ങുന്നത്. ആരാണ് ഫർള് ചെയ്തതുപോലെ ഒരാൾക്ക് അടുക്കാൻ കഴിയില്ല, സുന്നത്ത് ചെയ്തിട്ടാണ് അയാൾ മഹബത്തി വരാൻ, അങ്ങനെ ആയി ഇങ്ങനെയെന്ന് അറിഞ്ഞ് വലിയ എന്താന്ന് പറഞ്ഞു. ഇത് ഈ ഹദീസിനെ വിളിക്കുക. ഹദീസിൻ്റെ പേരാണ്. ചില ഹദീസിന് പേരുകളുണ്ട്. ഏതുപോലെ ഹദീസ് ജിബ്രീലുണ്ട്, അറിയില്ലേ? ഹദീസ് ജിബ്രീൽ ഈമാൻ ഇസ്ലാം ഇഹ്സാൻ എന്താന്ന് ചോദിച്ചല്ലോ എന്നെ. അത് ആ ഹദീസിൻ്റെ പേരാണ് ഹദീസ് ജിബ്രീൽ. ഈ ഹദീസിൻ്റെ പേരാണ് ഹദീസുൽ വലി. ഹദീസുൽ വലി, അതായത് വലി മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി എന്ന് പറഞ്ഞ ഹദീസാണിത്. അപ്പം അത്രയും തുടങ്ങിയത് എങ്ങനെയാണ്? ഞാൻ അവൻ്റെതാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് അയാൾ തൊടാനുള്ള അയാൾ അലാക്കായി. അയാളെ പണി എന്താ ചെയ്യുക? അയാൾ മാറിപ്പോവാ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മുസ്തജാബ് വരുന്നത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്തോ പറഞ്ഞു, എന്തോ. അപ്പോൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നേരെ പോയിട്ട് ഒന്നു കൊടുക്കാൻ പോയി. അപ്പോൾ ഉമർ എന്താണ്, എന്തിനാ പോയത്? ഞാൻ കാണിച്ചു തരാം എന്നെ അടിച്ചല്ലേ, ഞാൻ കാണിച്ചു തരാം. ഒന്നെടുത്ത് പോയിട്ട് ഇത് വരക്കും, പണി കിട്ടും. കഴിഞ്ഞ് അവിടെ സംശയമില്ല. അവരുടെ ഇടയിൽ പേടി, തിരിച്ചടിച്ചോ അങ്ങോട്ട് പോകണ്ട. അത് ചെറിയ വിഷയമല്ല, ഞങ്ങൾ വിചാരിക്കണ പോലെയല്ല. അതിലത്തെ ഒരാൾ, അതായത് അല്ലാഹു പറഞ്ഞു വല ഇൻ സഅലനി, അവർ എന്ത് ചോദിച്ചോ അത് അവർക്ക് കൊടുക്കുന്ന. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു ചെറിയ കാര്യമല്ല. ഒരു എന്നിട്ട് കൈ ഉയർത്തിയാൽ പിന്നെ കാര്യം അവസാനിച്ചു. അവിടെ ഇനി ചർച്ചയ്ക്ക് ഇതില്ല. അയാൾ കയ്യും കാലും ഒടിക്കണമെന്ന് പറഞ്ഞാൽ കയ്യും കാലും ഒടുങ്ങിയിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ. അതാണ് വലിയ. ഈ വേറൊരു കാര്യമുണ്ട്. ആ ഹദീസിൽ നിന്ന് മനസ്സിലായി, ഒരാൾ വലിയ എന്ന് പറഞ്ഞ് നടക്കണമെങ്കിൽ സുന്നത്തും പറഞ്ഞൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അയാളെ വലിയൊരു പരിഗണിക്കില്ല എന്ന്. നമ്മളെ മുന്നിൽ അയാൾ ഫർളും സുന്നത്തും ചെയ്യുന്ന ഒരാളാണെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അയാളെ പിന്തുടരേണ്ടതുള്ളൂ എന്ന്. അല്ലെങ്കിൽ അയാൾ കുറ്റം പറയേണ്ട, അയാൾ സുന്നത്ത് നിസ്കരിക്കേണ്ട. നമ്മളെ ശർഈ നമുക്ക് മുന്നിൽ തന്ന ഒരു തുലാസുണ്ട്. അത് മാത്രമല്ല, ശർഈ നമുക്ക് ഉസ്താദുമാരും പിന്തുടരുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യാനുള്ള അനുമതി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. മനസ്സിലായ? അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇൽമു? ഇതൊന്നുമില്ലല്ലോ. അപ്പോൾ അവരെങ്ങനെ സെലക്ട് ചെയ്യുക? ഒന്ന്, ശരിയായ അഖീദയുള്ള ആളായിരിക്കണം, സുന്നിയായിരിക്കണം. രണ്ട്, അയാൾ പണ്ഡിതന്മാരൊക്കെ സരണിയിലായിരിക്കണം, അവരൊക്കെ ഉള്ള രൂപത്തിലും ആയിരിക്കണം ഇയാൾ. അല്ലാണ്ട് ഇയാളെ റൂട്ട് വേറെ ബാക്കിയുള്ളവരുടെ റൂട്ട് വേറെ ആയിരിക്കരുത്. ശുദൂദ് വരരുത്. ആൾക്കാർ പറയുന്ന വേറെ, ഇയാൾ എന്ത് പറഞ്ഞാൽ ഇയാൾ വേറെ റൂട്ടിലാണ് പോകാമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അത് ദീനിൽ സ്വാഭാവികമാണ്. അറിവുകൾ വ്യത്യാസം, ബുദ്ധികളും വ്യത്യാസം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഒരു മസാലത്തിൽ ഈ ഇമാം പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പോൾ കേരളത്തിൽ തന്നെ മൈക്ക പാടുണ്ട്, മൈക്ക പാടില്ല. അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അതൊന്നും ഇതിൽ ബാധിക്കില്ല. മനസ്സിലായ? അതൊക്കെ നമ്മൾ മനസ്സിലായി. ഇതൊക്കെ ഒരു മെയിൻ റൂൾസാണ്. അതിനൊപ്പം ആൾ ഫർളൊക്കെ മുറുകെ പിടിക്കുന്നു, സുന്നത്തൊക്കെ മുറുകെ പിടിക്കുന്നു, ഇതൊന്നും ഒഴിവാക്കുന്നില്ല. സംസാരമൊക്കെ ക്ലിയറാണ്. ഇത് ശർഈ പറഞ്ഞ പോലെ അയാൾ നടക്കുന്നു എന്നുണ്ടെങ്കിൽ അയാൾ പിന്തുടരാം. അതേസമയത്ത് വലിയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു, പക്ഷേ നിസ്കാരമൊന്നും കൃത്യമായിട്ട് വക്തിന് നിസ്കരിക്കുന്നില്ല. വക്തിന് നിസ്കരിക്കില്ല എന്നുള്ളത് ഭയങ്കര ഡേഞ്ചറാണ്. വക്തിന് നിസ്കരിക്കില്ല എന്നുള്ളത് ഭയങ്കര ഡേഞ്ചറാണ്. അയാളെ നിസ്കാരത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ ചിലപ്പോൾ സമയം അവസാനിക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് എണിച്ച് നിസ്കരിക്കും. അത് പറ്റൂല. മനസ്സിലായ? നിസ്കാരത്തിന് അത്രയും ഗൗരവം കൊടുക്കുന്ന ആൾ വലിയെന്ന് പറഞ്ഞാൽ അത്രയും
ഫർള് വിട്ടിട്ട്, അല്ലെങ്കിൽ ഫർള് കൃത്യമായി പിടിക്കുന്നു എന്ന് മാത്രമല്ലല്ലോ, സുന്നത്തും മുറുകെ പിടിച്ചോണ്ടല്ലേ അള്ളാഹുവിൻ്റെ വലിയായത്. മനസ്സിലായ? വലിയാവുന്നത് തന്നെ ഏത് മാർഗത്തിൽ കൂടിയാ? സുന്നത്തുകൾ അവർ കൂട്ടിയിട്ടല്ലേ. എന്നിട്ട് എങ്ങനെ സുന്നത്ത് പിടിക്കുന്ന ആൾ വലിയാണെന്ന് പറയാ? അതൊക്കെ സൂക്ഷിക്കാം. ഒരാൾ വലിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ബഹുമാനിച്ചോ ആദരിച്ചോ ഇത്രേ വേണ്ടുള്ളൂ. നമ്മൾ ആരും കുറ്റം പറയണ്ട. വലിയായിരിക്കാമല്ലോ, നമ്മൾ കാണുന്നില്ല, ചിലപ്പോൾ അയാൾ വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കാണ്ടാവും. പക്ഷെ നമ്മൾ അയാളെ പിന്തുടരാനുള്ള തുലാസ് എല്ലാതും ടിക്കായിട്ട് കഴിഞ്ഞിട്ടില്ല. അതാണ് വ്യത്യാസം വന്നത്. അപ്പം നമ്മൾ കുറ്റം പറയണ്ട. എന്നാൽ അയാളെ നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കാൻ വേണ്ട വേറെ അമല് ചെയ്യുന്നതും ഇൽമുള്ള ആളെ മുറുകെ പിടിച്ചാൽ മതി. മനസ്സിലായ? ചിലപ്പോൾ ഇയാളെക്കാട്ടും വലിയ വേറെ ഉണ്ടാവായിരിക്കില്ല, ശരി തന്നെ. പക്ഷെ എന്താ ഉറപ്പ് വന്നത് നമുക്ക്? തുലാസ് എവിടെയാണ്? തുലാസ് ശരിയാ വേണ്ടേ? قال ولن تصل أيها الطالب. ഇൽമ് തേടുന്നവനെ, അല്ലെങ്കിൽ തേടുന്നവനെ, ഇൽമ് അമൽ ചെയ്യാനുള്ള ഇൽമ് തേടുന്നവനെ ഒരിക്കലും എത്തൂല ഇലൽ ഖിയാമി ബി അവാമിരില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അത് നന്നായിട്ട് പ്രവർത്തിക്കാൻ ചെയ്യാൻ കഴിയൂല, അല്ലെങ്കിൽ അതിലേക്ക് എത്തൂല പൂർണ്ണമായി ചെയ്യാൻ. എന്ത് ചെയ്യല്ലാണ്ട് ഇല്ല. കൽപ്പന എന്ന് പറഞ്ഞാൽ രണ്ടുണ്ടല്ലോ, ഫർളും സുന്നത്തും. ഇല്ലാ ബി മുറാഖബത്തി ഖൽബിക്, തൻ്റെ കൽബിനെ മുറാഖബത്ത് ചെയ്യല്ലാണ്ട് അത് പറ്റൂല. വജവാരിഹിക്, തൻ്റെ അവയവങ്ങൾ, ഫീ ലഹദാതിക വ അൻഫാസിക്, ഓരോ നിമിഷം ഓരോ ശ്വാസം വിടുമ്പോഴും എന്ത് ചെയ്യുക? അത് മുലാഹദത്ത് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധയിൽ പെടുത്താം. മിൻ ഹീനി തുംസി ഇലാ ഹീനി തുസ്ബിഹ്, രാത്രി മുതൽ രാവിലെ വരെ, രാവിലെ മുതൽ രാത്രി വരെ. അതായത് അങ്ങനെ മുറാഖബത്ത് ചെയ്യേണ്ടെങ്കിലാണ് സുന്നത്തുകളൊക്കെ എടുക്കാൻ പറ്റുക. അള്ളാഹ് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? അള്ളാഹ് എന്നെ കാണുന്നുണ്ട്, അള്ളാഹ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ചെയ്യണ്ടേ? ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടത്? കഴിക്കുമ്പോൾ ഇവിടെ ഞാൻ എന്താ ചൊല്ലേണ്ടത്? അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ എന്താ നിയ്യത്ത് വെക്കേണ്ടത് എന്നുള്ളത് അടക്കം വരും. എല്ലാ സമയത്തും മുറാഖബത്തിലായിരിക്കും, എണീക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും. കാരണം അവിടെ ഒക്കെ ഇയാൾ എന്ത് ചെയ്യണം? അള്ളാഹ് എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള മുലാഖബത്തിലാണ് ഇയാൾ നടക്കുന്നത്. ഒരു നിമിഷം കൺമുന്നിൽ നിന്ന് പോരുതല്ലോ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ. ഫഅലം, തീർച്ചയായും അറിയുക, അന്നല്ലാഹ തബാറക വതആല മുത്തലിഉൻ അലാ ളമീരിക്, അല്ലാഹു ജല്ല ജലാലുഹു തൻ്റെ ളമീർ, തൻ്റെ ഉള്ളിനെ അള്ളാഹു കാണുന്നുണ്ട്, കാണുന്നവനാണ്. തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ, നല്ലതിനെ പ്രേരിപ്പിക്കുന്ന ഉള്ളിൽ എന്താണെന്നാണ് അള്ളാഹ്ക്കറിയാം. വമുഷ്രിഫുൻ അലാ ളാഹിരിക വബാത്തിനിക്, തൻ്റെ പുറവും അതൊക്കെ അള്ളാഹുവിൻ്റെ മുന്നിലുണ്ട്, അത് അള്ളാഹു കാണുന്നതാണ്, അള്ളാഹുവിന് അതൊന്നും മറയില്ല. വമുഹീത്തുൻ ബിജമീഇ ഖതറാതിക വലഹദാതിക വഖതവാതിക, അള്ളാഹു പൊതിഞ്ഞവനാണ്, അതായത് മുഹീത്താണ്. ഇതൊക്കെ പൂർണ്ണമായി പൊതിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതിയാന്ന് പറഞ്ഞാൽ എല്ലാ വശത്തുനിന്നും അറിയാം. മുഹീത്താണ്. ഒരാളെ കവർ ചെയ്ത് വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം എങ്ങനെ പൊതിയുന്നു, അതുപോലെ അള്ളാഹു എല്ലാം ഉള്ളും. പക്ഷേ വെള്ളം പുറത്തുനിന്നായിരിക്കും പൊതിയേണ്ടാവുക. റബ്ബിൻ്റെ ഇഹാത്തത്ത് അകവും പുറക്കെ, അവൻ്റെ ചലനവും നിശ്ചലനവും, അടക്കവും ചലനവും, അവൻ്റെ ഓരോ നിമിഷവും, അവൻ്റെ ഓരോ അടിയും, ഇതൊക്കെ അള്ളാഹുവിൻ്റെ നോട്ടത്തിൽ കാഴ്ചയിലുണ്ട്, അള്ളാഹുവിൻ്റെ ഇതിലുണ്ട്. മുഹീത്ത് വല്ലാത്ത വാക്കാ. അല്ലാഹു മിൻ വറാഇഹിം, എല്ലാ വശങ്ങളും. അതിനൊരു വാക്ക് വേറെ പറയാൻ കിട്ടില്ല, ഒരു എക്സാമ്പിൾ ഇല്ല. എങ്ങനെ എക്സാമ്പിളൊക്കെ വേണം? വായു എന്നറിയാം, എന്നാലും ചിലതിൽ ഓക്സിജന് അംശം കുറവാണ്. അങ്ങനെയല്ല, റബ്ബ് ജല്ല ജലാലുഹു മുഹീത്താണ്. അത് നമ്മൾ ഊഹിച്ചാൽ കഴിയില്ല. നമുക്ക് എന്താണ് ഊഹിക്കാൻ കഴിയുക? നമ്മൾ കണ്ടതല്ലേ നമ്മൾക്ക് ഊഹിക്കാൻ കഴിയുള്ളൂ. അള്ളാഹു നമ്മൾ സൃഷ്ടിക്കപ്പെട്ടതാണ്, റബ്ബ് സൃഷ്ടാവാണ്. റബ്ബിന് ഊഹിക്കാൻ കഴിയൂല. കഴിയൂല. കാരണം റബ്ബാണ്, സൃഷ്ടികളാണ്.
നമുക്കൊരു സിംഹത്തിന് ഊഹിക്കാം, കണ്ടൊരു സാധനത്തിന് മിക്സപ്പ് ചെയ്യാം. എങ്ങനെ? ഒരു പരുന്തിൻ്റെ ചിറക് ഒരു പൂച്ചക്ക് കൊടുക്കുക, ഒരു എന്താണ് പറയുക, ആമൻ്റെ കാല് ആ പൂച്ചക്ക് വെച്ച് കൊടുക്കാം. ഇന്നിപ്പോൾ ഈ സാധനത്തിലൊക്കെ ആപ്പിലൊക്കെ ഉണ്ടല്ലോ, മുറിച്ചിട്ട് നമ്മൾ മൈൻഡിലും അത് വെക്കാമല്ലോ. കണ്ട സാധനത്തിനല്ലേ നമ്മൾ ഖിയാസ് ചെയ്യുന്നത്. ഇപ്പോൾ പഴയ കാലത്തെ ഡൈനോസറിനെ നമ്മൾ വരച്ചുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആ അസ്ഥികൂടത്തിൻ്റെ മുകളിൽ ഒരു തോല് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള സ്വരത്തിലാണ്. നിങ്ങൾക്ക് എന്താ ഉറപ്പ് ഡൈനോസർ അങ്ങനെ ആയിരുന്നു എന്നുള്ളത്? ഇപ്പോൾ കോഴീൻ്റെ അസ്ഥികൂടത്തിൻ്റെ മുകളിലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡൈനോസർ പോലെ ഉണ്ടാവും കൃത്യമായിട്ട്. അപ്പോൾ നമ്മൾ ഊഹിക്കുന്നത് നമ്മൾ കണ്ടതിൻ്റെ മേലിലാണ് നമ്മൾ ഊഹിക്കലും നമ്മൾ ഖിയാസ് ചെയ്യൽ. അള്ളാഹുവിൻ്റെ ഇഹാത്തത്ത് എങ്ങനെയെന്ന് തിരിയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയുക, എല്ലാ വശങ്ങളിൽ കൂടി നിന്നും പറയുക, മനസ്സിലാക്കി കൊടുക്കുക അതിൻ്റെ ഒരു രൂപം. പക്ഷെ അതിന് ശരിയായ രൂപം എങ്ങനെയാണ് നമുക്ക് തിരിയുക? നമ്മളടുത്ത് അതിനൊരു എക്സാമ്പിൾ വേണ്ടേ? സർവൈലൻസ് എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കാനും ഇരുട്ട് വന്നാൽ ഇതാവുന്നതും. റബ്ബ് ജല്ല ജലാലുഹു മുഹീത്താണ്, എല്ലാ അനക്കങ്ങളും മുഹീത്ത്, വല്ലാഹി ഇൽമു കൊണ്ടും എല്ലാതും കൊണ്ടും നമ്മൾ ആലോചിച്ചാലെത്തൂല. നമുക്ക് എത്താൻ പറയുന്ന എല്ലാ വശത്തും കാണുന്ന ഒരു അങ്ങനെ അല്ലാണ്ട് പിന്നെന്തപ്പോൾ പറയാ? വല്ലാത്ത വാക്കാ. അള്ളാഹുവിൻ്റെ അസമത്ത് മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെ അസമത്ത് മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ അസമത്ത് ഭയങ്കര, അള്ളാഹു കയ്യാവും കാലാവും എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവും അള്ളാഹു ജല്ല ജല ആരാ? ഖാലിഖ. അള്ളാഹു കൊടുക്കുന്നവനക്ക് കൊടുക്കുന്നത് റബ്ബ, കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നത് റബ്ബ. റിസർവ് ബാങ്ക് ഇത് എന്താണ്, നോട്ടടിക്കുകയാണെങ്കിൽ നോട്ടടിക്കാൻ എന്ത് വേണം? അതിൻ്റെ സാധനങ്ങൾ വേറെ ആൾ കൊടുക്കണം. എന്താ പേപ്പറും ഇതൊക്കെ അല്ല, കൊടുക്കുന്നവനക്ക് കൊടുക്കുന്നത് റബ്ബാണ്. റബ്ബിന് വേറൊരാൾ റബ്ബ് വേറെ ആൾ ആവശ്യമല്ല. നമ്മൾ കണ്ടത് എന്താണ്? ഏതൊരാൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേറൊരു വരുമാനം വേണം കൊടുക്കാൻ. പൊട്ടിമുളച്ചുണ്ടാവൂല, ഉണ്ടാവോ? എന്തോ ഒരു വരുമാനം ഉണ്ടാവും. ആ കൊടുക്കുന്നവൻ റബ്ബാണ്. റബ്ബിന് വേറൊരാൾക്കും ഒരാളും റബ്ബിന് കൊടുക്കാൻ കഴിയില്ല. അവിടെ ഹാറത്തിൽ ഉഖൂൽ, അക്കലൊക്കെ അവിടെ എന്ത് ചെയ്യും? ശക്കാവലും ഒരു വരെ അങ്ങോട്ട് എത്തൂല. അള്ളാഹുവിൻ്റെ അസ്മാകളും അങ്ങനെ തന്നെ. അവിടെ പറഞ്ഞു അള്ളാഹ് നിങ്ങളെ മുഹീത്താണ്, നിങ്ങളെ ചലനങ്ങളും ചലിക്കാണ്ടിരിക്കുന്നത് ഇതൊക്കെ അള്ളാഹുവിനെ അറിയൽ മാത്രമല്ല ഇഹാത്തത്തുണ്ടാവുന്നു. ഇഹാത്തത്തെന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളിൽ കൂടിയും ഒരാൾ ഏതുവരെ ഈ ആയത്ത് നോക്ക്, യഅലമു ഖായിനത്തൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ. അള്ളാഹു ഖായിനത്തുൽ അഅ്യുൻ അറിയുന്ന. ഖായിനത്തുൽ അഅ്യുൻ എന്താ? ദാ ഇങ്ങനെ ആക്ക, അതാ ഖായിനത്തുൽ അഅ്യുൻ. ഇതൊന്നും ചെയ്തിട്ടില്ല, നോക്കി അല്ലെങ്കിൽ അതാണ് നോക്കി. അതടുക്കല്ലാവിനെ അറിയും. ആൾക്കാർക്ക് ചിലപ്പോൾ തിരിയണം എന്നില്ല. ഇതൊക്കെ അള്ളാഹു മുഹീത്ത് അല്ലെങ്കിൽ പിന്നെ എന്താണ്? വേറെ ഒരു വശം മറച്ചേക്കാൻ കഴിയില്ല ആൾക്ക്. അകം പുറക്കെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരുപോലെയാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ എല്ലാതും നിങ്ങൾ അള്ളാഹ് സൃഷ്ടിച്ചതാണ്. നിങ്ങൾ ഉള്ളും അള്ളാഹ് സൃഷ്ടിച്ച, അകവും പുറമൊക്കെ അള്ളാഹ് സൃഷ്ടിച്ച. എന്താണ് അള്ളാഹിനിപ്പോൾ അകം വേറെ പുറം വേറെ, കൽബ് വേറെ, ലമീർ വേറെ, നഫ്സ് വേറെ എന്നുള്ളത് നോക്കണം. ഒക്കെ അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹിൻ്റെ മുന്നിൽ ചെറുത് വലുതില്ല. നമ്മൾ മീറ്ററും സാധനങ്ങളും നോക്കുമ്പോൾ നമുക്ക് ചെറുത് വലുതാണ്.
നമ്മളെക്കാട്ടിയും വലുതായത് അള്ളാഹുവിന് സൃഷ്ടിക്കാൻ കഴിയൂല എന്ന് ചോദിക്കുമ്പോൾ ആ വലുതും ഈ നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ മുന്നിൽ ചെറുത് വലുത് എന്നുള്ളത് നമ്മൾ ആശ്രയിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ മീറ്റർ കുറച്ച് കൂടുതൽ, ഇതിൻ്റെ മീറ്റർ കുറച്ച് കുറവ് എന്നാണ് പറയേണ്ടുള്ളൂ. അള്ളാഹു ഇതുണ്ടാക്കാനായ റബ്ബിന് അതും ഉണ്ടാക്കാം, അത് ഉണ്ടാക്കിയ റബ്ബിന് ഇതും ഉണ്ടാക്കാം. കാരണം ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് എത്ര ഉണ്ടാക്കാം. സോഴ്സ് മറ്റേത് ഉണ്ടാക്കുന്നവൻ്റെ സോഴ്സ് മിസ്സിങ് ആണ്. ഇത് കൊടുക്കുന്നവൻക്ക് കൊടുക്കുന്ന റബ്ബാണെങ്കിൽ പിന്നെ അതിലൊരു അൺലിമിറ്റഡ് ആയല്ലോ. മനസ്സിലായില്ല? വലിയ മേശം ചെറിയ മേശം ഉണ്ടാക്കുന്ന സോഴ്സ് വേറെ വേറെ മരം വെട്ടിട്ട് കൊണ്ടുവരണം. അപ്പോൾ ചെറിയ മേശ ഉണ്ടാക്കിയാൽ അത് കുറേ സമയം പണിയും, വലിയ മേശ ഉണ്ടാക്കിയാൽ കുറേ സമയത്തും പ്രീമിയം പണിയും. ചെറിയ മേശ ഉണ്ടാക്കിയാൽ അത് കുറച്ച് സമയത്തെയും കുറച്ച് താഴത്തെ പണിയും എന്ന് പറയാം. കാരണം സമയത്തിൻ്റെതും സോഴ്സിൻ്റെതും ഒക്കെ അതിനെ ബാധിക്കുന്നു. പക്ഷെ റബ്ബിൻ്റെ മുന്നിൽ റബ്ബ് തന്നെയാണ് സോഴ്സ്, റബ്ബ് തന്നെയാണ് ഇതൊക്കെ സൃഷ്ടിക്കുന്നത്. അവിടെ നമ്മളെ ബുദ്ധി എന്ത് ചെയ്യും? അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിന്തിച്ചാൽ എത്തൂല. എത്താത്ത ചിന്തനെ നമ്മൾ കൊണ്ടുപോയിട്ട് എവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യാനാ? കാരണം അവിടെ അവസാനിച്ചു നമ്മളെ ചിന്ത. അവിടെ അവസാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ പറയുക? സുബ്ഹാനഹു വല്ലാഹുൽ വാഹിദുൽ ഖഹാർ. അവിടെ അവസാനിച്ച്, ബുദ്ധി അവസാനിച്ച്. വസായിരി സകനാതിക വഹറകാതിക വഅന്നക ഫീ മുഖാലതതിക, ആൾക്കാരൊപ്പം ഇങ്ങനെ കൂട്ടുകൂടുമ്പോൾ, ആൾക്കാരൊപ്പം ഉണ്ടാവുമ്പോൾ, വഫീ ഖലവാതിക, ഒറ്റക്കായിട്ടിരിക്കുമ്പോൾ, കാഴ്ച ആൾക്കാരെ മുന്നിലല്ല ഇരിക്കുന്നത്, ഒറ്റയ്ക്കിരിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള എല്ലാ അവസ്ഥയിലും മുതറദ്ദിദും ബൈനൈദി, അള്ളാഹിൻ്റെ മുന്നിൽ ഇങ്ങനെ മുതറദ്ദിദാണ്. ഇവിടെ നിന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ അവിടെ അള്ളാഹിൻ്റെ നോട്ടം, അള്ളാഹിൻ്റെ സൃഷ്ടിയിലങ്ങളുള്ളത്. ഇപ്പോൾ ഇനി എവിടേക്കാ ഇപ്പോൾ ഓടിപ്പോവാ? എവിടെ നിന്നൊക്കെയാണ് ഓടിപ്പോവാ? എവിടേക്ക്? അള്ളാഹിൻ്റെ സൃഷ്ടി, അള്ളാഹ് സൃഷ്ടിക്കല്ലാണ്ട് പിന്നെ എവിടേക്കാ പോവാ? ഇവിടുന്ന് നാട്ടിക്ക. ഇതും അള്ളാഹിൻ്റെ സൃഷ്ടി, അതും അള്ളാഹിൻ്റെ സൃഷ്ടി. അള്ളാഹിൻ്റെ സൃഷ്ടി അള്ളാഹിൻ്റെ സൃഷ്ടി. അപ്പോൾ പറയും ഞാൻ സ്പേസിക്ക് പോവാ, അതും അള്ളാഹിൻ്റെ സൃഷ്ടിയല്ലേ. അള്ളാഹിൻ്റെ സൃഷ്ടി പിന്നെ എങ്ങോട്ടാണ് ഇപ്പം ഉള്ളത്? ഓടിയിട്ട് എവിടെ വരെ എത്തും? ഏതുവരെയാണ് ഓടിയെത്തുക? അതിലൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. നീ ഓടി 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 അവസാനിക്കുന്നത് അള്ളാഹിൻ്റെ സൃഷ്ടിയിൽ തന്നെ. തുടങ്ങിയതും അള്ളാഹിൻ്റെ സൃഷ്ടി, അവസാനിച്ചോ അള്ളാഹിൻ്റെ സൃഷ്ടി. ഒരു മരിച്ചാൽ ഖബർ, അതും അള്ളാഹിൻ്റെ സൃഷ്ടിയല്ലേ. പൊടിയായിട്ട് വായുവിൽ പോയി, വെള്ളത്തിൽ പോയി, കത്തിച്ച് ചാമ്പലായി, അള്ളാഹിൻ്റെ സൃഷ്ടി. ഇനി എങ്ങോട്ടാണ് ഇപ്പോൾ? ഇയാൾ എവിടെ പോയാലും അയാൾക്ക് റബ്ബിൻ്റെ ഖുദ്റത്തിന്ന്, റബ്ബിൻ്റെ ഖൽഖ് ചെയ്തതല്ലേ റബ്ബ്. ഇതൊക്കെ ഒരാൾക്ക് അതിൽ നിന്ന് ഒഴിവാകാൻ കഴിയൂല. റബ്ബ് ജല്ല ജലാലു അതല്ലേ പറഞ്ഞത്, يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان. നിങ്ങൾക്ക് ഇതിൻ്റെ ഇതിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെട് പറ്റൂല. ഈ മനുഷ്യനാവട്ടെ ജിന്നാവട്ടെ ആരാവട്ടെ, എവിടെ പോയിട്ടുണ്ട്? അള്ളാഹിൻ്റെ മുൽക്കാണിതൊക്കെ, അള്ളാഹിൻ്റെ ആണ്, അള്ളാഹ് സൃഷ്ടിച്ചതാണ്. അതാണ്, അവിടെയാണ് നമ്മളെ ബുദ്ധി അവസാനിച്ചത്. അവിടെ ഒരാൾ പോയിട്ട് അള്ളാഹ് എവിടെയുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനം എത്തൂല അങ്ങോട്ട്. ഇതൊക്കെ അള്ളാഹിൻ്റെ എന്നറിയുമ്പോൾ പുറഭാഗം എന്നറിഞ്ഞത് എന്ത് പറഞ്ഞ പോലെയുണ്ട്. ഇത് സ്ട്രോബെറി ഫ്ലേവറാണോ, ഇതിങ്ങനെയാണോ ഇതാണോ എന്ന് അറിയണ പോലെ ഉണ്ട്. ഇത് കേൾക്കുന്നതാണോ കേൾക്കാത്തതാണോ? നമ്മൾ ചോദ്യം തെറ്റ്. ഈ സാധനം കേൾക്കുന്ന കേൾക്കാത്തതെന്നല്ല പറയേണ്ടത്. വെള്ളം കയറുന്ന വെള്ളം കയറാത്ത ചോദിച്ചോ. ഈ സാധനം കേൾവി ബന്ധമുണ്ടോ?
ആ സാധനം ബന്ധേ ഇല്ല. നമുക്ക് വേണം കേൾക്കുന്നതെന്നുള്ള തവീലാക്കാം, ഇങ്ങനെ ആക്കാം, ബാക്കിയുള്ളവർക്ക് കേൾക്കില്ലേ എന്ന്. ഈ സാധനം എന്താണ് ചോദ്യം? അത് തെറ്റല്ലേ? ഒരാൾ പറയാണ് മനുഷ്യർക്ക് ആണുങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റുമോ? ചോദ്യം തെറ്റാണ്. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രസവിക്കേണ്ട പെണ്ണായി. ആണ് പ്രസവിക്കണത് അത് പെണ്ണായി, ആണായില്ലല്ലോ. ആണ് പ്രസവിക്കില്ലല്ലോ. പ്രസവിക്കണം എന്നുണ്ടെങ്കിൽ ഗർഭപാത്രം വേണം, പ്രസവിക്കാനുള്ള വഴി വേണം. പെണ്ണായില്ല. ചോദ്യം തെറ്റ്, എറർ. അക്കരെ അവിടെ അവസാനിച്ചു. പിന്നെ വേണം പറയാ മീശം താടിയുള്ള പെണ്ണ് എന്നറിയാം, മീശം താടിയില്ലാത്ത ആണെന്നറിയാം. രണ്ട് പിന്നെ എന്തപ്പോൾ നമ്മൾ പറയാ? ചോദ്യം തെറ്റാണത്, കറക്റ്റ് ചോദ്യം തെറ്റാണ്. ഫലാ യസ്കുനു ഫിൽ മുൽക്കി വൽ മലകൂത്ത്, കാണുന്ന ലോകത്തും കാണാത്ത ലോകങ്ങളും അതിലൊരു ഒന്നും ചലനമില്ലാതെ നിൽക്കില്ല. അതായത് ചലിക്കാതെ, അതിൻ്റെ ചലനവും നിശ്ചലനവും ഇതൊക്കെ ഇല്ലാ വജബ്ബാറു. അള്ളാൻ്റെ ഇസ്മ ഇവിടെ പ്രയോഗിച്ച് നോക്ക്. ജബ്ബാർ എന്ന് പറഞ്ഞാൽ അടക്കി ഭരിക്കുന്നത്, എല്ലാത്തിനും ഹലാക്കാക്കാൻ പറ്റുന്ന റബ്ബ്. അതായത് വേണം, ഇവിടെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അള്ളാഹുന് വേണം എന്ന് പറഞ്ഞാൽ ഒരു നിമിഷത്തിൽ നിങ്ങളെ ചവിട്ടില്ലാണ്ടാക്കാം, നശിപ്പിക്കുക. ജബ്ബാറാണ്, ജബറൂത്ത് എന്ന് അടുക്കി ഭരിക്കാൻ പറ്റുന്നത്. അതായത് വേണമെന്ന് ഒരു നിമിഷം പിടിച്ച് പക്ഷേ അവസാനിച്ച അയാൾ ഇല്ല. ഇല്ലാ വജബ്ബാറു സ്സമാവാതി വൽ അർദി മുത്തലിഉൻ അലൈഹി. അതായത് ഇങ്ങനത്തെ ജബറൂത്തുള്ള റബ്ബൊക്കെ ഇത് കാണുന്നതാണ്. അള്ളാഹ് കാണുന്നു. ഇവിടെ ഇസ്മ, അള്ളാഹുവിൻ്റെ ഇസ്മ പ്രയോഗിച്ച് ജബ്ബാർ കാണുന്നു. അപ്പോൾ പേടിക്കണം, ജബ്ബാറാണ് കാണുന്നത്. ആരാ കാണുന്നത്? ജബ്ബാറാണ് കാണുന്നത്. അതായത് അള്ളാഹു അസീസുൻ ദുൻതിഖാമാണ്. ദുൻതിഖാമാണ്. ഇന്തിഖാം എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുന്നവനാണ്. അതായത് അയാൾ ചെയ്തതിന് പകരം വീട്ടും. പകരം വീട്ടാന്ന് അറിയണ ആ ഒരു പ്രയോഗമാണ്. ശിക്ഷിക്കുക, ശക്തമായി ശിക്ഷിക്കുന്നവന്. അപ്പോൾ നിങ്ങളൊക്കെ കാണുന്ന റബ്ബ് ജബ്ബാറാണെന്നുള്ള മറക്കരുത്. വേണം ഒരു നിമിഷത്തിൽ അപ്പം അയാളുടെ കാര്യം അവൻ തീർക്കും. ആൾക്കാരിപ്പോൾ അള്ളാഹു റഹ്മാനുർ റഹീം റഹ്മാനുർ റഹീം റഹ്മാനുർ റഹീം, ജബ്ബാറും കൂടിയാണ് റബ്ബ്. റബ്ബ് റഹ്മാനുർ റഹീമുമാണ്, ജബ്ബാറുമാണ് റബ്ബ്. ഇന്ന റബ്ബക ശദീദുൽ ഇഖാബ് വഇന്നഹു ലഗഫൂർ. ഷദീദുൽ ഇഖാബ്, ആ വഴിക്ക് നടന്നവർക്ക് അള്ളാഹു ഷദീദുൽ ഇഖാബാണ്. ഗഫൂർ റഹീമിൻ്റെ വഴിക്ക് നടന്ന ഗഫൂർ റഹീം, റഹ്മത്തിൻ്റെ വഴിക്ക് നടന്ന റഹ്മാനാണ്. അല്ലാത്തവനക്കോ? അപ്പോൾ ആരാണ് നമ്മൾ കാണുന്നതെന്നുള്ളത് മനസ്സിലാക്കും. ജബ്ബാറാണ് കാണുന്നത്. ഫതഅദ്ദബ്, അദബ് പാലിക്കുക. അയ്യുഹൽ മിസ്കീൻ, ഒന്നുമില്ലാത്തവനെ അദബ് പാലിക്കുക. ളാഹിറൻ, പുറം, അകവും, വബാത്തിനൻ ബൈന യദൈല്ലാഹി തആല, എല്ലാ നിമിഷം അള്ളാഹിൻ്റെ മുന്നിലാണെന്ന് മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ അള്ളാഹിൻ്റെ മുന്നിലാണ്. അയാൾക്ക് ഒളിച്ചു നിൽക്കാൻ കഴിയൂല. അത് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമല്ല, നോക്കുന്ന റബ്ബ് ജബ്ബാറും കൂടിയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അദബ് പാലിക്കുക അള്ളാഹിൻ്റെ മുന്നിൽ. തഅദ്ദുബൽ അബ്ദി ദലീൽ, നിന്യനായ അടിമ അദബ് പാലിക്കുക. അൽ മുദ്നിബി, കുറ്റം ചെയ്ത, അതായത് കുറ്റബോധം പേറി കുറ്റം ചെയ്തെന്ന് അറിയുമ്പോൾ കുറ്റബോധം പേറി അത് ഞാൻ തെറ്റാണ് ചെയ്തത് എന്നുള്ള ബോധത്തോടെ ഉള്ള മനുഷ്യൻ, അയാൾ അങ്ങനെ ആയിരിക്കും, നിന്ദിതനായി മുന്നിൽ നിൽക്കും. ഫീ ഹദ്റത്തിൽ ജബ്ബാർ, അടക്കി വരും. ഖഹർ ചെയ്യുന്നത് എന്താ? എല്ലാത്തിനും അടക്കി ഭരിക്കാമെന്ന് മാത്രമല്ല, അത് വേണമെന്നുണ്ടെങ്കിൽ ഖഹർ കൊണ്ട് അയാളെ പെരടി പിടിച്ചിട്ട് കുത്ത. അയാൾ അനുസരിച്ചില്ലെങ്കിൽ അനുസരിപ്പിക്കാൻ പറ്റുന്ന റബ്ബാണ്. നശിപ്പിക്കുന്നത് അയാൾ കൈയും കാലും പിടിച്ച് കെട്ടിയിട്ട് ഓടുന്നറിയാൻ പറ്റുന്ന ആളാണ്.
ഒരാൾക്കൊന്നും പറയാൻ കഴിയൂല അള്ളാഹിനോട്. ആ റബ്ബിൻ്റെ ഇവിടെ റഹ്മാൻ റഹീമിൻ്റെ കണ്ണിലല്ല ഇപ്പോൾ പറഞ്ഞത്. നോക്കുന്ന റബ്ബ് ജബ്ബാറും കൂടിയാണ്. അതവ് പാലിക്കണം. ഏത് സമയത്താണ് ജബ്ബാർ പിടിച്ചിട്ട് ആളെ ഹലാക്കാന്നൊക്കെ പറ്റില്ല. ഓർമ്മ വേണം. റഹ്മാൻ റഹീം റഹ്മാൻ റഹീമിൻ്റെ വഴിക്ക് നടക്കണവനിക്ക് റഹ്മാൻ റഹീം. ഈ ജബ്ബാർ റഹ്മാൻ റഹീമുമാണ്, ജബ്ബാറുമാണ്. വജ്തഹിദ് അല്ലാ യറാക മൗലാക. പ്രത്യേകിച്ച് ജബ്ബാറാണ് ഇവിടെ കൂടുതൽ യോജിക്കുന്നത്. ചെയ്യ് എന്ന് ശക്തമായി പറഞ്ഞിട്ട് ഇയാൾ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ജബ്ബാറല്ലാണ്ട് പിന്നെ ആരാ നോക്കാം? റഹ്മാന. വജ്തഹിദ് അല്ലാ യറാക മൗലാക ഹൈസു നഹാക്. അള്ളാഹു നിരോധിച്ചോർത്ത് നിങ്ങളെ കാണാണ്ടിരിക്കണം. നിരോധിച്ചോർത്ത് നിങ്ങൾ ഉണ്ടാവരുത്. വലാ യഫ്ഖിദക ഹൈസു അമറക. കൽപ്പിച്ചോർത്ത് കാണാണ്ടിരിക്കരുത്. കൽപ്പിച്ചോർത്ത് ഉണ്ടാവണം, നിരോധിച്ചോർത്ത് ഉണ്ടാവരുത്. ശ്രദ്ധിക്കുക, പേടിക്കുക. അതാണ് ഇവിടെ പറഞ്ഞത്. എന്ന് പറഞ്ഞ് വലൻ തഖ്ദിറ അലാ ദാലിക. ഒരിക്കലും തനിക്ക് അങ്ങനെ അദബ് പാലിച്ച് ഇങ്ങനെ അള്ളാഹു പറഞ്ഞോർത്ത് ഉണ്ടാവലും നിരോധിച്ചോർത്ത് ഉണ്ടാവാണ്ടിരിക്കാനും ഇങ്ങനെ കൊണ്ട് നടക്കാൻ കഴിയൂല. ഇല്ല ബി അൻ തുവസ്സിഅ ഔഖാതക. തൻ്റെ സമയങ്ങൾ കൃത്യമായി ടൈം ടേബിൾ ഉണ്ടാക്കി ഷെഡ്യൂൾഡാക്കിയിട്ട് ഓരോ ടൈമും ഇത്ര സമയം ഇന്നതിന് എന്ന് ആക്കല്ലാതെ തനിക്കത് പൂർണ്ണമായി പ്രവർത്തിക്കാൻ കഴിയില്ല. വതുറത്തിബ ഔറാദക. തൻ്റെ വിരുദ് എന്ന് പറഞ്ഞ് പതിവാക്കുന്ന കാര്യത്തിന് പറയുന്ന വിരുദ്. അത് നിസ്കാരമാവട്ടെ, ദിക്റാവട്ടെ, എന്തോ ആവട്ടെ, ഖുർആൻ ഒരു ജുസ് ആവട്ടെ, എന്തോ ആവട്ടെ, അതൊക്കെ വിരുദാണ്. മീൻ സബാഹിക് ഇലാ മസാ. ഇപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ, രാത്രി മുതൽ രാവിലെ വരെ. ഫഅസ്ഗി ഇലാ മാ യുൽഖാ ഇലൈക്. ഞാനിതാ ഇടുന്ന കാര്യങ്ങൾ ചെവിടോർത്ത് കേൾക്കുക. ഇതിന്ന് തുടങ്ങിക്കോ നിങ്ങൾ ഈ ഷെഡ്യൂളിൽ നിന്ന്. മിൻ അവാമിരില്ലാഹി തആല അലൈക. അല്ലാഹു തന്നെ തനിക്ക് കൽപ്പനായി തന്ന കാര്യങ്ങൾ താൻ ഇതിൽ ഞാൻ പറയുന്ന കേൾക്കുക. മിൻ ഹീനി തസ്തൈഖിദു മിൻ മനാമിക്. ഉറക്കത്തിൽ നിന്ന് എണിക്കുന്ന സമയം മുതൽ ഇലാ വഖ്തി റുജൂഇക ഇലാ മദ്ജഇക്. തിരിച്ച് ഉറക്കത്തിലേക്ക് പോകുന്നത് വരെ ഉള്ള കാര്യങ്ങൾ ഞാനിതാ നിങ്ങൾക്ക് തർത്തീബായി പറഞ്ഞുതരാം. അപ്പോൾ അതുപോലെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു. ഫസ്ലുൻ ഫി ആദാബിൽ ഇസ്തിഖാദ് മിനൻ നൗം പറഞ്ഞു. ഇത് അമലിനുള്ളത്. ഫഇദ ഇസ്തൈഖദ്ത മിനൻ നൗമി. ഉറക്കത്തിൽ നിന്ന് എണിച്ച് കഴിഞ്ഞാൽ, ഉണർന്നു കഴിഞ്ഞാൽ, ഫജ്തഹിദ് ശ്രമിക്കുക, കഷ്ടപ്പെട്ട് ശ്രമിക്കുക. അൻ തസ്തൈഖിദ ഖബ്ല തുലൂഇൽ ഫജ്രി. സുബ്ഹി ഉദിക്കുന്നതിന് മുമ്പ്. ഇത് മിനിമം ക്വാളിറ്റി പറയുകയാണ്. ഇങ്ങനെ പറയുമ്പോൾ എന്ത് പറയും? സുബ്ഹിൻ്റെ മുമ്പ് എണിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സുബ്ഹിൻ്റെ മുമ്പ് കൃത്യമായി എത്ര മണിക്കാണ് ബാങ്കിൻ്റെ കുറച്ച് നേരം മുമ്പ് എണിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത്ര ഇശാൻ്റെ ശേഷം നിസ്കരിച്ചിട്ട് കിടക്കാവും. മനസ്സിലായ? അതായത് രാവിലെ സുബ്ഹിൻ്റെ സമയത്ത് എണിക്കും, പക്ഷേ കൃത്യമായി സുബ്ഹിൻ്റെ കുറച്ച് വിത്ർ നിസ്കരിക്കാനുള്ള സമയങ്ങൾ കിട്ടോ ഇല്ല എന്നുള്ള സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചിട്ട് ഇത് ചൂട് രാത്രികളാണ്, എന്താണ് സമയം കുറവാണ്, അപ്പോൾ ആൾ സാധ്യതയാണ് അയാൾ വിത്ർ നിസ്കരിക്കാൻ ഉദ്ദേശിച്ച് അലാറം വെച്ച് കിടന്നാലും ചിലപ്പോൾ എന്ത് ചെയ്യും? ഉറക്കം അയാൾ പിടിച്ച് വലിച്ചിട്ടുണ്ടാവും. സുബ്ഹിക്ക് എണിക്കും, പക്ഷെ അതിന് മുമ്പ് എണിക്കൽ സംശയമുണ്ട്. എല്ലാവരും എന്താ എണിക്കില്ല എന്നല്ല പറയുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ആളെന്ത് ചെയ്യുക? നിസ്കരിച്ചിട്ട് ഉറങ്ങുക. അങ്ങനെ സുബ്ഹിൻ്റെ മുമ്പ് എണിക്കുക. രണ്ടാണെങ്കിലും വിത്ർ നിസ്കരിക്കണം. വിത്ർ നിസ്കരിക്കണം. അപ്പോൾ വിത്ർ ഇടരുത്. ഞാൻ പറഞ്ഞല്ലോ, ഫർളിൻ്റെ സ്ഥാനത്തെത്തുന്ന പോലത്തെ രൂപത്തിലാണ് വിത്റിനെ കുറിച്ചിട്ട് വന്നിട്ടുള്ളത്. വല്യകുൻ അവ്വല മാ യജ്രി. ആദ്യമായി നാവിയിൽ വരുന്നത് ഇതായിരിക്കട്ടെ. അലാ ഖൽബിക വലിസാനി. ഖൽബിയിലും ലിസാനിലും വരണം അതിൻ്റെ അർത്ഥങ്ങൾ. വലിസാനിക്, നാവിലും വരണം. ദിക്റുല്ലാഹി തആല, അള്ളാഹുവിൻ്റെ ദിക്ർ. ഖൽബിയിൽ വന്നില്ല, നാവിയിൽ വന്ന്. ഖൈർ. ഒരവയവെങ്കിലും ദിക്റിലായല്ലോ. രണ്ടവയവല്ലെങ്കിൽ ഒരവയവം. പിന്നെ
ദിക്ർ നാവുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് കൽബിൽ വരെയാണ്. അടുത്ത സ്റ്റെപ്പ് ദിക്ർ ചെയ്ത് ആളെ ഓർക്കയാണ്. അടുത്ത സ്റ്റെപ്പ് ദിക്ർ ചെയ്ത ആളൊപ്പം ഉണ്ടാവലാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലേ. അപ്പോൾ നാവുകൊണ്ട് ഉച്ചരിക്കുന്നു, കൽബ് വരുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിയേക്കണോ? പാടില്ല. അതുമില്ല ഇതും ഇല്ലാണ്ടായി പോകും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറിക്കോ. അത് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നറിയുമ്പോൾ നാവേ വർക്കാവണല്ലോ, മനസ്സൊന്നും വേറെ എന്തൊക്കെ ചിന്തി. നാവ് വർക്കാവണില്ലേ? അത് കൂടിക്കൂടി അത് കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്താൽ ചിലപ്പോൾ കൽബിലേക്ക് വരും. ദിക്റിന് എന്താണ്? നാവോണ്ട് ചൊല്ലി കഴിഞ്ഞാൽ, വെറുതെ ചൊല്ലി കഴിഞ്ഞാൽ തന്നെ അതിനൊരു ഫലമുണ്ട്. അള്ളാഹു നന്നാക്കുമല്ലോ. അള്ളാഹുവിൻ്റെ ഇസ്മ ഉദ്ധരിച്ച് അല്ലെങ്കിൽ ഇസ്മ പറഞ്ഞ ആ നാവ്, അത് അതിലൊരു മാറ്റം വരാണ്ട് മാറ്റം വരുമല്ലോ, വരണമല്ലോ. വരാണ്ടിരിക്കില്ലല്ലോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അള്ളാഹു അയാൾക്ക് ആ ദിക്ർ ചെല്ലാനുള്ള തൗഫീഖ് കൊടുക്കായിരുന്നില്ലല്ലോ. ചെല്ലാനുള്ള തൗഫീഖ് കൊടുത്ത റബ്ബല്ലേ. അപ്പോൾ ഒരു ഖൈറുണ്ട് അതിൽ. അപ്പോൾ നമ്മൾ പറയും ദിക്റിൻ്റെ മജ്ലിസിൽ പോയിട്ട് ഇരുന്ന് എന്താണ് ഒരു മൂലക്ക് ഇരുന്ന് പറ്റണ അത്ര ദിക്റല്ലി ഉറങ്ങിയാലും അതിലൊരു ഖൈറുണ്ട്. അത്രയും ദിക്റല്ലാന അല്ലെങ്കിൽ ദിക്ർ ചെല്ലണവരൊപ്പം ഇരിക്കാനുള്ള തൗഫീഖ് അള്ളാഹ് അല്ലാണ്ട് പിന്നെ ആരാ കൊടുത്തത്? ഇയാളുണ്ടാക്കിയതാ. ആ സമയം കൊണ്ട് അയാൾക്ക് വീട്ടിൽ ഇരുന്ന് ഉറങ്ങായിരുന്നില്ലേ? അയാൾ അവിടെ എത്തിയത് അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ടല്ലേ. അപ്പം അയാൾ ഉറക്കം വരുന്നു, ഇന്ന് പോകണ്ടെന്ന് അറിയണല്ലോ ഖൈർ. അയാൾ ഉറക്കം വരുന്നു പറ്റണ പോലെ ദിക്റല്ല, എന്നിട്ട് ബാക്കിയുള്ള സമയം മൂലക്കിൽ ഉറങ്ങാം. ഓക്കെ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഉറക്കം തൂങ്ങിയിട്ട് ദിക്റല്ല നിൽക്കേണ്ട, കാരണം അർത്ഥങ്ങൾ മാറ്റേണ്ട. പക്ഷെ പറ്റണത്ര ദിക്റല്ലാലോ, പറ്റണത്ര ദിക്റല്ലാലോ. വെറുതെ എന്തിനാണ് അത് ഒഴിവാക്കുന്നത്? ദിക്റായി ഉറക്കായി. അൽഹംദുലില്ലാ, 2 ഖൈറായി. അതിനെ എതിർക്കരുത്, അതിനെ ഇതാക്കരുത്. പിന്നെ മജ്ലിസിൽ ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ ദിക്ർ ഉണ്ടെങ്കിൽ പറ്റണത്ര ദിക്ർ ചൊല്ലിയിട്ട് അവിടെ നിന്ന് കുറച്ച് മാറി റൂമിൻ്റെ പുറത്തൊക്കെ അല്ലെങ്കിൽ ഇതിലൊക്കെ പോയി, അല്ലെങ്കിൽ വണ്ടി പോയിട്ടിരുന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ച് മടങ്ങി പോയിട്ട് ഉറങ്ങുക. തീരെ പിടിച്ചു വലിക്കണമെന്നുണ്ടെങ്കിൽ പിടിച്ചു വലിക്കാത്ത അവസ്ഥയിലാണ് ഞാൻ പറഞ്ഞത്. ഇത് പറ്റണത്ര ദിക്റല്ല നോക്കാം, ശ്രമിക്കുക. ഖൈറുണ്ട്. വെറുതെ ഉള്ള ഖൈറിന് എന്തിനാണ് ഇല്ലാതാക്കുന്നത്? അങ്ങനെ ഫഖുൽ ഇൻദ ദാലിക, ഉണർന്നു കഴിഞ്ഞാൽ ഇത് പറയുക. എന്ത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. സർവസ്തുതിയും അല്ലാഹുവിന് അർഹതപ്പെട്ടതാണ്. അല്ലദീ, എങ്ങനത്തെ അല്ലാഹുവിന് അഹ്യാനാ ബഅദമാ അമാതനാ, മരിപ്പിച്ചതിന് ശേഷം അല്ലാഹു ജീവനം തന്ന റബ്ബിന് ഞാൻ സ്തുതിക്കുന്നു. അവിടെ ഒരു ഓർമ്മയാ, അല്ലാഹ് റബ്ബിൽക്ക് വഇലൈഹിൻ നുശൂർ, അതിലേക്ക് വരാം. റബ്ബിൽക്ക് മടങ്ങേണ്ടതാണ് മനുഷ്യന്. അത് ഓർത്തിട്ടാണല്ലോ കിടക്കുന്നത്. തബാറക്ക ഓതിയിട്ടാണല്ലോ ഇയാൾ കിടക്കുന്നത്. മാത്രമല്ല ഉറങ്ങുമ്പോൾ അള്ളാഹുവിനെ എല്ലാതും ഏൽപ്പിച്ചിട്ടാണ് ഉറങ്ങുന്നത്. അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ഇലൈക് വഫവ്വദ്തു അംരി ഇലൈക് വൽജഅതു ളഹ്രി ഇലൈക് ലാ മൻജാ വലാ മൽജാ മിൻക ഇല്ലാ ഇലൈക് ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത് വനബിയിക അല്ലദീ അർസൽത. ഇതൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഉറങ്ങുന്നത്, എല്ലാതും ഏൽപ്പിച്ചിട്ടാണ് അയാൾ ഉറങ്ങുന്നത്. ഞാൻ നാളെ എണിക്കില്ല എന്നുള്ള ഉറപ്പ്. അങ്ങനെ ഉറപ്പിയിൽ ഉറങ്ങുന്ന ആൾ എണിക്കുമ്പോൾ അയാളെ നാവിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാവും? കൽബിയിൽ തന്നെ ഉണ്ടാവും അൽഹംദുലില്ലാഹ്, ഇനിയൊരു ദിവസവും കൂടി ജീവിക്കാനുള്ള തൗഫീഖ് കിട്ടി. തബാറക്ക ഓതിയാൽ തന്നെ ആ ഒരു പോവും ഉറപ്പിച്ച് കിടക്കുകയാണത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. പിന്നെ അമ്മൻ ഹാദല്ലദീ യർസുഖുക മിൻ അംസക റിസ്ഖ ബൽ, ഇതൊക്കെ ആകെ തന്നെ അല്ലാഹ് അല്ലാണ്ട് പിന്നെ ആരാ?
ഖുൽ ഹുവർ റഹ്മാൻ ആമന്നാ ബിഹി, അവസാനിക്കാണ്, കരാർ അവസാനിച്ച ഒപ്പിടാണ്. ആമന്നാ ബിഹി ഖുൽ ഹുവർ റഹ്മാൻ, പറഞ്ഞു അത് റഹ്മാൻ. ആമന്നാ ബിഹി, ഞങ്ങൾ വിശ്വസിച്ചു. വഅലൈഹി തവക്കൽനാ ഫസതഅലമൂന മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അല്ലാണ്ട് പിന്നെ ആരാ ഞങ്ങളെ ജീവനെ തിരിച്ചുതരാ? അല്ലാണ്ട് ആരാ ഞങ്ങൾക്ക് റിസ്ക് തരാ? അല്ലാണ്ട് ആരാ പിന്നെ എന്തൊക്കെ തരാ? ഒന്നും തരാൻ ആർക്കും ഒന്നും കഴിയൂല. ഒക്കെ ഉറപ്പിച്ച് അള്ളാഹിനെ വരവേൽപ്പിച്ചതല്ല. അവസാനത്തെ വാക്കെന്താ? അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വദ്തു അംരി ഇലൈക വൽജഅതു. ഇതൊക്കെ പറഞ്ഞിട്ട് ഉറക്കത്തിൽ അങ്ങനെ ഉറങ്ങാണ് ദിക്റിലിട്ട്. ഞങ്ങൾ എണീക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനീ അലാ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. വേറെ ഒരു ദുആ കൂടി ഉണ്ട് സുന്നത്തായത്. അൽഹംദുലില്ലാഹില്ലദീ റദ്ദ ഇലയ്യ റൂഹി വആഫാനി ഫീ ജസദി വഅദീന ലീ ബിദിക്രിഹി. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ റദ്ദ ഇലയ്യ റൂഹി, റൂഹ് തിരിച്ച് തന്ന റബ്ബിന്. വആഫാനി ഫീ ജസദി, ഉറക്കം കൊണ്ടിൻ്റെ ശരീരത്തിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ, അതോടെ ആഫിയത്ത് തന്ന റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു. വഅദീന ലീ ബിദിക്രിഹി, ഈ ദിക്ർ ഓർക്കാനും ദിക്ർ ചെല്ലാനുള്ള അനുവാദം തന്ന റബ്ബിനും ഞാൻ സ്തുതിക്കുന്നു. കൊണ്ടിറക്കേണ്ട ദിക്റാണ്. എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ റദ്ദ ഇലയ്യ റൂഹി വആഫാനി ഫീ ജസദി വഅദീന ലീ ബിദിക്രി. പറഞ്ഞു നോക്ക്. അൽഹംദുലില്ലാഹില്ലദീ റദ്ദ ഇലയ്യ റൂഹി റദ്ദ അലയ്യ റൂഹി വആഫാനി ഫീ ജസദി വഅദീന ലീ ബിദിക്രിഹി. എപ്പോഴും ദിക്റുകൾ വരുമ്പോൾ ഒപ്പം ചെല്ലാൻ നോക്കാം. അപ്പോൾ പറയും എനിക്കറിയില്ല. ഒപ്പം ഒരു വട്ടം രണ്ട് വട്ടം ചെല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെല്ലാൻ കഴിയും. തെറ്റൊന്നുമില്ല അതിൽ. അപ്പോൾ ഒപ്പം പറഞ്ഞാൽ അത് പിന്നീട് പറയാൻ എളുപ്പമാവും. അൽഹംദുലില്ലാഹില്ലദീ റദ്ദ ഇലയ്യ റൂഹി വആഫാനി ഫീ ജസദി വഅദീന ലീ ബിദിക്രി. അൽഹംദുലില്ലാഹില്ലദീ റദ്ദ ഇലയ്യ റൂഹി വആഫാനി ഫീ ജസദി വഅദീന ലീ ബിദിക്രി. എന്താ ഇവിടെ പറഞ്ഞത്? സർവസ്തുതിയും അള്ളാഹുവിനാണ്. എങ്ങനത്തെ അള്ളാഹുവിന്? റദ്ദ ഇലയ്യ റൂഹി, എൻ്റെ റൂഹ് എനിക്ക് തിരിച്ചു തന്ന റബ്ബിന്. വആഫാനി ഫീ ശരീരം ആഫിയത്തുള്ളതാക്കിയതിന്. വഅദീന ലീ ബിദിക്രി, ദിക്ർ ചൊല്ലാനോ ദിക്ർ ചെയ്യാനുള്ള തൗഫീഖ് തന്നതിന് റബ്ബിനെ സ്തുതിക്കുന്നു. മറ്റേത് വഇലൈഹിൻ നുശൂർ, മടക്കം അള്ളാഹുയിൽക്കാണ്. നഷ്ർ എന്ന് രാവിലെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ രാവിലെ കാണാൻ ആൾക്കാരൊക്കെ ജോലിക്ക് പോലെ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ പോകണം. അതുപോലെ മഹ്ശറയ്ക്ക് ഇങ്ങനെ പോകാമെന്ന് ഓർക്കൽ എന്ന്, അതാണ് രാത്രിയാണ് മസീർ എന്ന് പറയും. മസീർ എല്ലാവരും മടങ്ങുന്നത് ഏതുപോലെ രാത്രിയാണ് എല്ലാവരും വീട്ടിലേക്ക് കൂരക്ക് മടങ്ങണ പോലെ. അതാണ് രാവിലത്തെ ദുആയിൽ നുശൂറും രാത്രിത്തെ ദുആയിൽ മസീറും വരുന്നത്. സമയത്തിൻ്റെ മുനാസബത്ത്, സന്ദർഭ മുനാസബത്ത്. അപ്പോൾ എനിക്ക് റബ്ബ് എന്നെ ജീവിപ്പിച്ച റബ്ബിനെ സ്തുതിക്കുന്നു. അള്ളാഹുവിൽക്കാണ് നഷ്റൊക്കെ, അള്ളാഹുവിൽക്കാണ് എല്ലാവരും പോക്കും. ഏതുപോലെ? ജോലിക്ക് എല്ലാവരും പോകുന്നത് പോലെ. വീട്ടിൽ നിന്ന് പന്തലിക്കുമല്ലോ, അതുപോലെ വീട്ടിൽ നിന്ന് എല്ലാവരും വിട്ടിട്ട് അള്ളാഹുവിൽക്ക് പോകും. ഖിയാമത്ത് നാളിൽ നഷ്റുണ്ടാവുമല്ലോ, അഷ്റും നഷ്റും. മസീർ എന്ന് പറഞ്ഞാൽ മടക്കം. ഏതുപോലെ? ജോലിയിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് കൂരെ വന്ന് ഉറങ്ങും, അതുപോലെ മടക്കം, മരണം. ഓർമ്മ ശരിക്കും പറഞ്ഞാൽ ദിക്ർ വല്ലാത്ത ദിക്ര. ദിക്റന്നെ ഒരു ഈമാൻ, ഒരാളെ ഈമാന് ഉറപ്പിക്കാൻ ദിക്ര മതി. അതിൻ്റെ അർത്ഥം മനസ്സിലായി ഈമാൻ ഉറപ്പും. ഓരോ ദിക്കറും, ഉറങ്ങണ ദിക്കർ, ഉറക്കത്തിൽ നനയ്ക്കുന്ന ദിക്കറൊക്കെ ഈമാൻ ഉറപ്പിക്കുന്ന ദിക്കറുകളാണ്. മനസ്സിലായ? അസ്ബഹ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉറക്കത്തിൽ നിന്ന് നനച്ച് അതിനൊപ്പം വേറെ സുന്നത്തുണ്ടെങ്കിൽ ഞാൻ കുറേ ദുആകൾ, ഇതുമല്ലാത്ത ദുആകളുണ്ട്. ഇപ്പം തൽക്കാലം ഇത് പ്രവർത്തിക്ക്. അതിനൊപ്പം കണ്ണ് എന്ത് ചെയ്യുക? ഇതൊരു വേറെ സുന്നത്താണ്. കണ്ണെന്ത് ചെയ്യുക? തൊടുക്കുക.
ഉണർന്നിട്ട് കണ്ണ് തുടച്ചിട്ടാണ് അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദ. മിസ്വാക്ക് അവിടെ വെക്കുക, അല്ലെങ്കിൽ ബ്രഷ്, സാധാ ബ്രഷ് അവിടെ വെക്കുക, എന്നിട്ട് പല്ല് തേക്കാം. അവിടെ ഇരുന്നിട്ട് പേസ്റ്റ് കൊണ്ടല്ല, പല്ല് തേക്കാം, ഒരു ടിഷ്യൂ വെക്കാം, എന്നിട്ട് ആ ചെറിയ നൊര പോലെ ഉള്ളത് തുടച്ചിട്ട് അൽഹംദുലില്ലാഹ്. അപ്പോൾ സുന്നത്തും എന്ത് കിട്ടി? ഉറക്കത്തിൽ നനയ്ക്കുമ്പോൾ കണ്ണ് തടവിയ സുന്നത്ത് കിട്ടി, പല്ല് വെച്ച സുന്നത്ത് കിട്ടി, എന്താ ദിക്റ് ചൊല്ലിയ സുന്നത്ത് കിട്ടി, അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദ മാ അമാതനീൻ്റെ സുന്നത്ത് കിട്ടി, അൽഹംദുലില്ലാഹി അല്ലദീ റദ്ദ ഇലയ്യ റൂഹി വആഫാനി ഫീ ജസദി വഅദീന ലീ ബിദിക്രിൻ്റെ കൂടി കിട്ടി. ഇനിയുണ്ട്. പക്ഷേ ഇതിപ്പോൾ പതിവാക്കാൻ കുറച്ച് കുറച്ചായിട്ട് പതിവാക്കണം എന്നാ. കുറേ ആയി കഴിഞ്ഞാൽ പതിവാവില്ല, ഉള്ളതും കൂടി ഇല്ലാണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് ഉണർന്നു കഴിഞ്ഞാൽ ബന്ധപ്പെട്ടിട്ട് നമ്മൾ രാവിലത്തെ ദുആകൾ പറ്റണ പോലെ പറയാം. അതായത് അസ്ബഹ്നാ അസ്ബഹൽ മുൽക്കു ലില്ലാഹ് വൽഅളമതു വസ്സുൽത്താനു ലില്ലാഹ് വൽഇസ്സതു വൽഖുദ്റതു ലില്ലാഹ്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ദർസിൽ അതും അതിൻ്റെ അർത്ഥങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്തൊരു സംശയം ഉണ്ടോ? സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.